ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിനെ ഇന്ന് മഹത്വപ്പെടുത്തിക്കുക. ഇന്ന് കേൾക്കുന്ന വചനം, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് അത്ഭുതങ്ങൾ നടക്കും. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. ഇതുവരെ അടഞ്ഞു കിടന്ന പല വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുന്നത് ലിറ്ററലി യു ആർ ഗോയിങ് ടു സീ ദോസ് തിങ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എബി ബ്രദർ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെ എബി ബ്രദർ എത്തി. സന്തോഷത്തോടു കൂടി ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളാലും എബി ബ്രദറിനെ നിറയ്ക്കാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് വചനം ശുശ്രൂഷിക്കാനായി നമ്മുടെ മധ്യത്തിൽ കർത്താവ് അയച്ചിരിക്കുന്ന എബി ബ്രദറിനെയാണ്. നമ്മളുടെ ഇന്ന് ഇപ്പോൾ ആലപ്പിയിലെ DP ആയിട്ട് എബി ബ്രദർ ശുശ്രൂഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി ഞാൻ പല പ്രാവശ്യം ഈ ചർച്ചിൽ പറഞ്ഞിട്ടുള്ള പോലെ എന്നെ ശുശ്രൂഷയിൽ വഴി നടത്തി ഇത്രത്തോളം ഉയർത്താൻ കർത്താവ് ഉപയോഗിച്ചത് എബി ബ്രദറിനെ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചതും ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ മുൻപോട്ട് വരാൻ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചതും കൊണ്ടെത്തിക്കാനുമായി കർത്താവ് ഉപയോഗിച്ച ഒരു ദൈവദാസനാണ് എബി ബ്രദർ. ഐ ആം സോ ഗ്ലാഡ് ടു ബി വിത്ത് ഹിം ടുഡേ. ഹല്ലേലൂയ. എല്ലാ മഹത്വം കർത്താവിന് കൊടുത്തുകൊണ്ട് നമുക്ക് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ ഇന്ന് ലോകരാജ്യങ്ങളിൽ കർത്താവെ ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങൾ പണ്ട് ഒഴിഞ്ഞ കസേരകളെ നോക്കി പ്രവചിച്ചിട്ടുണ്ട്. ഞങ്ങൾ എങ്ങും എത്താത്തിരുന്ന സമയത്ത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ലോകരാജ്യങ്ങളിൽ ശുശ്രൂഷിക്കും. ഇത് യാഥാർത്ഥ്യമാക്കി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടു തന്നിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഒന്നറിയുന്നു, ഇത് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള പദ്ധതിയാണ്. നിന്റെ മകനെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുക. ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തു നിന്ന് ഞങ്ങളുടെ കൂടെ ചേർന്ന് ശുശ്രൂഷിക്കുമ്പോൾ കർത്താവെ, ഇത് മുഴുവൻ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങൾ ചെയ്യുന്നു. 800 കോടി ജനവും കർത്താവെ ഇത് അറിയത്തക്കവണ്ണം ഞങ്ങളെ നീ തെരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം. നിറപടിയായി ഈ ശുശ്രൂഷ നിവർത്തിക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നിന്റെ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഇന്ന് ശുശ്രൂഷിക്കുമ്പോൾ കർത്താവ് കൂടെ ഇരുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് മകനിലൂടെ സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എബി ബ്രദറെ, ഓവർ ടു യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രദറെ. താങ്ക് യു. It's really a great privilege. രാവിലെ അപ്പോസ്തലന്മാരോടെ ഒരുമിച്ച് കൂടാൻ കർത്താവ് ഇടയാക്കി. രാവിലെ അല്ല, വൈകിട്ട്. എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ സ്പിരിച്വൽ ഫാദർ, നമ്മുടെ സീനിയർ പാസ്റ്റർ തങ്കുബ്രദറിന്റെ പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങൾ ഏറ്റവും അവസാനം സംസാരിക്കുമ്പോൾ തങ്കുബ്രദർ കാനഡയിലെ മുഴുവൻ കുടുംബാംഗങ്ങളോട് തന്റെ സ്നേഹാന്വേഷണം അറിയിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം. എനിക്ക് വാസ്തവത്തിൽ വളരെ സന്തോഷം തോന്നി. ജബ്രദർ പറഞ്ഞ പോലെ ലോകത്തിന്റെ 2 പാർട്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ വർഷിപ്പ് തുടങ്ങിയപ്പോഴേ ജോയിൻ ചെയ്തായിരുന്നു. അമേസിംഗ് വർഷിപ്പ്. പല രാജ്യങ്ങളെക്കാൾ നിങ്ങളുടെ ഉത്സാഹവും നിങ്ങളുടെ കർത്താവിനോടുള്ള സ്നേഹവും കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നു. അപ്പൊ തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട പല ആൾക്കാർ ഇതിൻ്റെ അകത്ത് മോഹങ്ങൾ കാണുന്നു. സ്റ്റാൻലി ബ്രദറിനെ കുടുംബത്തെ കാണാൻ പറ്റിയതിനായി സ്തോത്രം. ഞാൻ മുമ്പ് ഇരുന്ന ഡയസിസിൽ അവിടുത്തെ വിശ്വാസത്തിന്റെ പരീക്ഷണങ്ങളിലെല്ലാം കൂടെ നിന്ന ആളാ. നിങ്ങൾക്ക് ഏറ്റവും എനിക്ക് തോന്നുന്ന കാനഡയിലെ കുടുംബങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, യു ആർ സോ ബ്ലെസ്ഡ്. അവിടെ ഏറ്റവും പറ്റിയ ഒരു അപ്പോസ്തലനെ കർത്താവ് തന്നെ. ജെബി ബ്രദറിനെ ദുബൈയിൽ നിന്ന് സമയമായപ്പോൾ കർത്താവ് നേരെ കാനഡയിലോട്ട് കയറ്റിവിട്ടു. അവിടെ ദുബൈയിൽ നമ്മുടെ ഉണർവിന്റെ ആദ്യ സമയങ്ങൾ മുതൽ ജിബ്രദറും സിസ്റ്ററും കുഞ്ഞുങ്ങളും അവർ പോകുന്നിടം വരെ അവിടെ ദൈവരാജ്യത്തിന് വേണ്ടി ഉത്സാഹത്തോടെ നിൽക്കുകയും അവിടുത്തെ ആ ഓട്ടോ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. കർത്താവ് അവരെ മാനിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു പറഞ്ഞ വാക്ക് മറക്കരുത്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഇന്ന് ഈ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്തതെന്ന കാരണത്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് ചെയ്യും. സോ ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ഇന്നത്തെ ഈ സമയത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റിയത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന ഏറ്റവും വലിയ പ്രിവിലേജ് ടു ലിവ് ഇൻ ക്രൈസ്റ്റ്. നമുക്ക് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിച്ചു.
പലരും ദൈവമേ എന്ന് വിളിച്ച് ഇന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് കിട്ടിയ മഹാഭാഗ്യം, നമുക്ക് ധൈര്യത്തോടെ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു പ്രാഗൽഭ്യം സ്വർഗത്തിലെ അപ്പൻ തന്നു. യേശുവിനെ രുചിക്കാൻ, യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ വരാൻ, മാത്രമല്ല ദിനം തോറും കർത്താവിന്റെ കൈപിടിച്ച് നടക്കാനുള്ള മഹാഭാഗ്യം കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തന്നു. 2, ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന, ഇതുവരെ നടന്ന ഏത് റിവൈവൽ നിങ്ങൾ പഠിച്ചാൽ അവിടെയെല്ലാം 1 വർഷമോ 2 വർഷം കൊണ്ട് ആ ഉണർവുകൾ നിന്നു പോയപ്പോൾ, വാസ്തവത്തില് 23 വർഷം മുമ്പ് കോട്ടയം പട്ടണത്തിൽ ആരംഭിച്ച ഉണർവ് എത്ര അത്ഭുതമാണ്. 2 അഭിഷിക്തന്മാർ ഒറ്റ മനസ്സോടെ കൈകോർത്ത്, വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ, ഇന്ന് സ്വർഗീയ വിരുന്നിന്റെ ഏറ്റവും വലിയ ചലനത്തിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. ഇത്രയും വർഷങ്ങളായി എനിക്കിന്ന് അഭിമാനം, ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന മുഴുവൻ നാളെ രാജ്യങ്ങളെ ഡിസേബിൾ ചെയ്യാൻ പോകുന്ന, നാളെ രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കാൻ പോകുന്ന അപ്പോസ്റ്റൽസ്, പ്രോഫറ്റ്സ്, അനോയിന്റഡ് എവാഞ്ചലിസ്റ്റ് അവരുടെ കൂട്ടമാണെന്ന് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. സോ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവവചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഓരോ തവണ നമ്മൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ ശക്തി പകരുന്നു. The word gives us strength. നമ്മുടെ അകത്ത് ആ വചനം ബലം പകരുന്നു. നമ്മൾ ഓരോ തവണ വചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മളെ ആത്മാവിൽ പണിയപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ ജോൺ 6:63 യേശു പറഞ്ഞ വാക്ക്, ഞാൻ സംസാരിച്ചതിന്റെ വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ആത്മാവും ജീവനും. ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് ഇന്ന് ഇടയ്ക്കല്ല ഇവിടുത്തെ സമയം ഓർക്കും. അതുകൊണ്ട് ഞാൻ പ്രഭാതം എന്ന് പറയുമ്പോൾ അന്നേരം നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ സമയം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കും, എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത തന്നെ എല്ലാ മേഖലകളിലും ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കും. ആത്മാവിന്റെ വലിയ ചലനം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഓരോ തവണ വചനം കേൾക്കുമ്പോൾ ആ വചനം ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ, ആ വചനം റിസീവ് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ, അതാ അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് 1 Thessalonians chapter 2 verse 13. ആ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യും, ആ വചനം നിവർത്തിക്കും, ആ വചനം ദൈവത്തിന്റെ ശക്തിയായി വ്യാപരിക്കും. The word will exercise its superhuman power to those who trust in it. Superhuman power. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ നില ദൈവശക്തി വ്യാപരിക്കും. ഞാൻ ഇന്ന് ദൈവവചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും എന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ഈ 2021 സെക്കൻഡ് ഹാഫിലോട്ട് ഞാൻ നിങ്ങൾ മൂവ് ചെയ്യാൻ പോവാ. എന്നാൽ ഈ സെക്കൻഡ് ഹാഫിലോട്ട് കയറുന്നതിന് മുമ്പ് എന്റെ അടുത്ത് ഹോളി സ്പിരിറ്റ് പറഞ്ഞു, യു ആർ ഗോയിങ് ടു എൻലാർജ്, യു ആർ ഗോയിങ് ടു സ്ട്രെച്ച് ഔട്ട്. ഈ വർഷത്തെ ദൂതിന്റെ ആദ്യത്തെ പാർട്ട് ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അസാധാരണമായ നിലയിൽ എന്റെ കർത്താവ് ചെയ്യാൻ പോകും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ കർത്താവിന്റെ പ്രവൃത്തി കാണാൻ പോകും. ഇതുവരെ ചിന്തിക്കാത്ത നിലയിൽ the favor of God, you are going to enjoy it. ഇന്ന് വലിയ ധൈര്യത്തോടെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകണം. ഞാൻ ഇന്ന് വചനത്തിൽ കയറുന്നതിന് മുമ്പ് എന്റെ അടുത്ത് പരിശുദ്ധാത്മ ഓർപ്പിച്ച 2 വാക്കുകൾ ഒന്ന് വായിച്ചേച്ച് ദൈവവചനത്തിലേക്ക് പോകാം. മർക്കോസ് സുവിശേഷം മാർക്ക് ചാപ്റ്റർ 11 വേഴ്സ് 24. ഈ വർഷം എല്ലാ കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണോ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് അത് മുഴുവൻ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് ഹൃദയത്തിൽ ഒന്ന് കാണും. മാർക്ക് ചാപ്റ്റർ 11 വേഴ്സ് 24 വായിച്ചേച്ച് നമുക്ക് മടങ്ങി വരാം. മർക്കോസ് 11:24 വാക്യം. നിങ്ങളുടെ ബൈബിൾ ഒന്ന് ഓപ്പൺ ചെയ്താൽ നല്ലായിരുന്നു. ആരെങ്കിലും ഒരാൾ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
ചോദിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Thank you, Manish brother. Still I remember you. നിങ്ങൾ മലയാളത്തിന്റെ ബൈബിളിന്റെ പ്രശ്നം യാചിക്കുമ്പോഴല്ല, whenever you ask, ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ചോദിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. എന്റെ ഒരു ട്രാൻസ്ലേഷൻ ഇരിക്കുന്ന it shall be created for you, it shall be done for you. നിങ്ങൾ എന്താണോ ഹൃദയത്തിൽ കണ്ടത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ നിവർത്തിക്കും. ഈ ജൂൺ മാസത്തിൽ സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റ്, നിങ്ങൾ എന്തൊക്കെ ഇതുവരെ ഹൃദയത്തിൽ കണ്ടോ അത് മുഴുവൻ എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പല കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, പല കാര്യങ്ങൾ ചോദിച്ചു, പല കാര്യങ്ങൾ നനച്ചു, ഇതുവരെ നടന്നിട്ടില്ല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ റെഡി ആയിക്കോണം. നിങ്ങൾ ഹൃദയത്തിൽ കണ്ടത് മുഴുവൻ വാ തുറന്ന് വിശ്വാസത്തോടെ പറഞ്ഞുവിട്ടേ, അത് ഹൃദയത്തിൽ ഒന്ന് കണ്ടേ. തന്നതിനായി സ്തോത്രം, യേശുവെ പ്രവർത്തിച്ചതിനായി നന്ദി. അത് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ നിവർത്തിക്കും. അതുപോലെ ഞാനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വചനം ഒരു നാളും മാറത്തില്ല, ഒരു നാളും ഈ വചനം അതിന്റെ പ്രവൃത്തി നിവർത്തിക്കും. 2, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കണ്ട രണ്ടാമത്തെ വാക്ക്, കാനഡയിലെ കുടുംബങ്ങളോട് പറയണം എന്നെ അകത്ത് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറഞ്ഞ രണ്ടാമത്തെ വാക്ക്, ജോൺ ചാപ്റ്റർ 15:7. ജോൺ ചാപ്റ്റർ 15:7. 15 17 വാക്ക്. നിങ്ങളുടെ ബൈബിളുകൾ തുറക്കാം, നിങ്ങളുടെ ഫോണുകൾ ഓപ്പൺ ചെയ്യാം. ജോൺ 15:7. എന്റെ വചനം നിങ്ങളിലും എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അവിടെ എഴുതിയിരിക്കുക, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ, നിങ്ങൾ ഇച്ഛിക്കുന്നത്, ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തത്, എന്താണോ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം, അത് വാ തുറന്നൊന്ന് പറഞ്ഞേ, അത് വാ തുറന്നൊന്ന് അപ്പനോട് ചോദിച്ചേ. അവിടെ എഴുതിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും. മലയാളത്തിൽ അത്രേ ഉള്ളൂ. എന്റെ ബൈബിളിൽ ഇരിക്കുന്ന ഇറ്റ് ഷാൽ ബി ഡൺ ഫോർ യു. സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മുഴുവൻ പേരോടും സ്വർഗത്തിലെ അപ്പൻ പറയാ, നിങ്ങൾ എന്ത് ഹൃദയത്തിൽ ആഗ്രഹിച്ചോ അത് വാ തുറന്നൊന്ന് പറഞ്ഞേ. ഈ 2021 അസാധാരണമായ അത്ഭുതം, സൂപ്പർ നാച്ചുറൽ എൻലാർജ്മെന്റ്, നിങ്ങൾ പറയുന്നത് അതുപോലെ കർത്താവ് പ്രവർത്തിക്കാൻ പോകും. ഞാനിന്ന് ഈ പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ, ഇതുവരെ ചിന്തിക്കാത്ത നില നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച, ഇതുവരെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത നില, you are going to enjoy the blessings of God, the power of God to do the impossible. ഞാൻ വീണ്ടും പറയട്ടെ, I'm not talking about miracle, I am talking about blessing. എന്താ വ്യത്യാസം? നിങ്ങൾ ഇതുവരെ കേട്ടു, നിങ്ങൾ കുറെ മാസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുക ഇല്ലേ ഇന്നർ ചേംബർ. ഇന്ന് എനിക്കൊരു പ്രതിസന്ധി ഉണ്ട്, ഇന്ന് എനിക്കൊരു വെല്ലുവിളി ഉണ്ട്, അതിന്റെ നടുക്ക് എനിക്കൊന്നൊരു പോക്കുവഴി തുറക്കണം, അതിന്റെ പേര് അത്ഭുതം. എന്നാൽ ബ്ലെസ്സിങ് നേരെ തിരിച്ച അനുഗ്രഹം, the power of God to do the unusual, to do the impossible. ഇന്ന് ഞാൻ ഉറപ്പോടെ പറയാം, ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുന്ന എല്ലാവരുടെയും പേര് the power of God is upon you to do the impossible, to do the unusual. ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ ഈ ജൂൺ മാസത്തിൽ തന്നെ എന്നെ ഒരു ഡേറ്റ് കർത്താവ് കാണിക്കുന്നു. ആ ഡേറ്റിനെ ചൊല്ലി ഭാരപ്പെടുന്ന ആരോ ഇതിന്റെ അകത്തിരിപ്പുണ്ട്. 26th എന്ന് പറയുന്ന ഒരു ഡേറ്റ് കാണിക്കുന്നു. സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവർ സന്തോഷത്തോടെ ഇരിക്കണം. എനിക്ക് ഏത് വചനം പറയേണ്ടത് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. എവിടെ? നിങ്ങളുടെ റൂമിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ ഓഫീസിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്, ട്രാവൽ ചെയ്യുന്നവരുടെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന വണ്ടിക്കകത്ത് യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്നലെ ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത യേശു. ഇന്ന് എനിക്കറിയാം ഒരു അത്ഭുതത്തിന്റെ താങ്ക് യു ഡിയർ ജീസസ്, താങ്ക് യു ഡിയർ ജീസസ്. ഒരു നിമിഷം ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, uncontrollable presence of God, the power of Holy Spirit is hitting upon everyone. യേശു പറഞ്ഞ വാക്ക്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ
നിങ്ങൾ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും വാദമൊന്ന് പറഞ്ഞേ, അത് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ സംഭവിക്കാം. It shall be done for you. It shall be created for you. I will do it for you. ഓ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞാൻ പ്രവർത്തിക്കും, ആ തടുക്കും. ഓ ഇന്നത്തെ ദിവസം സാധാരണമായ ചില കാര്യങ്ങൾ എന്റെ കർത്താവ് ചെയ്യാൻ പോവാ. ഹൃദയത്തിൽ കണ്ട കാര്യം ഒരു നിമിഷം ഒന്ന് വാദമെന്ന് പറഞ്ഞേ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, ഡോണ്ട് എൻജോയ് ദിസ്, എക്സസൈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇന്ന് വചനം വാങ്ങണമെന്ന് പറഞ്ഞേ. അത്ഭുതം നടക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് വചനം എന്ന് പറഞ്ഞേ. എന്റെ വായിക്കൂടെ എന്താണ് പറയപ്പെടുന്നത്? എന്റെ വായിക്കൂടെ വരുന്ന ഓരോ വാക്ക് അത് പ്രവചന ദൂതുകൾ, അത് നിവർത്തിക്കപ്പെടാൻ പോവാ. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിന്റെ മേൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങിയിരിക്കുക. ഓ താങ്ക് യു ഡിയർ ജീസസ്. Supernatural testimonies are going to happen in Jesus. കർത്താവ് ചെയ്തതിനായി നാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Today you are in the blessing zone. We are serving an unlimited God. Unlimited. Therefore unlimited possibilities of God. Unlimited possibilities of God. ഞാൻ അതിനെ കുറിച്ച് പറയുന്ന കേട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നി. നിങ്ങളുടെ അകത്ത് തന്നിരിക്കുന്നത് the unlimited possibilities of God. വീണ്ടും ഓർമ്മിക്കട്ടെ, when you become a new creation, the unlimited possibilities of God is given inside you. ഇതുവരെ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത അസാധാരണമായ സാധ്യതകൾ നിങ്ങളുടെ അകത്ത് കർത്താവ് തന്നിരിക്കുക. ഞാൻ ഉറപ്പോടെ പറയാം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങൾ ഏത് മേഖലയിലാണ് അവിടെ ഇരിക്കുന്നത്, അവിടെ ഈ വർഷത്തിൽ നടക്കാൻ പോകുന്നത് unlimited possibilities of God given inside you. Therefore supernatural stretch out, supernatural enlargement. ആയിരിക്കുന്നിടത്തോളം ഉറക്കെ പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി. I become a new creation in Christ. ഞാൻ മുമ്പോട്ട് ഓർപ്പിക്കട്ടെ, ചിലർ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ തലയൊക്കെ പിടിച്ചു പോലെ നല്ല വചനമാണ്. ചിലർ നേരെ തിരിച്ച അവരിടയ്ക്ക് അധികം പിടിച്ചെടുക്കും. അവർ ആ വചനത്തോട് റെസ്പോണ്ട് ചെയ്യും. ഇന്ന് ആരാണ് വചനത്തോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ എല്ലാ ജീവിതത്തിൽ അത്ഭുതം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതം എന്നാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും വാഗുകൊണ്ട് പറയുന്ന വാക്ക്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി. Ephesians 3:20 വായിക്കണ്ട, ഇരിക്കുന്നിടത്തൊന്ന് ഉറക്കെ പറഞ്ഞ്, ഞാൻ ചോദിക്കുന്നതിലും ഞാൻ നനയ്ക്കുന്നതിലും അത്യന്തപരമായി, ഈവൻ ഗ്രേറ്റർ. ഒട്ടും സംശയിക്കണം, ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ വചനത്തെ പിടിക്കുന്നവരോട് തന്നെ പറയുന്നത്, യു ആർ ഗോയിങ് ടു സീ ഈവൻ ഗ്രേറ്റർ. Thank you, Jesus. Let's come back. Ephesians chapter 3 verse 8. എങ്ങോട്ടാ പോകുന്നത് ഒരു പിടുത്തമില്ല. Let's move. എന്നെ ഹോളി സ്പിരിറ്റ് എങ്ങോട്ട് ഗൈഡ് ചെയ്യുന്നു, നമുക്ക് ആ ഡയറക്ഷനിലോട്ട് പോകാം. Ephesians chapter 3 verse 8. കൃപാദാനത്താൽ, ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. To proclaim the unsearchable riches of Christ, to proclaim the unending riches of Christ. And in the Bible what are the വായിച്ചു, the unending wealth. നമ്മൾ കേട്ടത് ക്രിസ്തുവിന്റെ അപ്രമേയ ധനം അവിടെ എഴുതിയത്. എന്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന the unending wealth. No human being could have searched out. ഇതുവരെ ഒരു മനുഷ്യായുസിൽ ആരും ചിന്തിച്ചിട്ടില്ലാത്ത സമ്പത്തിനെ കുറിച്ച് പറയും. The unsearchable riches of Christ. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ അകത്ത് തന്നിരിക്കുന്നത് സാധാരണ സമ്പത്തല്ല തന്നിരിക്കുന്നത്.
വലിയ നിധിയാ തന്നിരിക്കുന്നത്. The treasure of God given inside you. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ activate all the blessings upon you, activate all the promises upon you. The unsearchable riches of Christ given inside you. ഇതേ വാക്കാ പലപ്പോഴും ദൈവരാജ്യത്തിൽ വരുമ്പോഴുള്ള ഒരു സംശയം. ഏത് നിലയിൽ അനുഗ്രഹിക്കപ്പെടും? ഞാൻ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയാൻ വന്ന മെസ്സേജ് നോട്ടിച്ചിലൂടെ ചിലപ്പോൾ മുമ്പോട്ട് പോകുവാനും എന്റെ അകത്ത് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞു. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇടുങ്ങി ജീവിക്കേണ്ടവരല്ല. പലയിടത്തും ലിമിറ്റേഷൻസ് കണ്ടിട്ട് നമ്മള് ഡിപ്രസ്ഡ് ആയി. പിന്നെ പറയുന്ന ഇവിടം വരെ നടക്കത്തുള്ളൂ, ഇത്രേ സാധിക്കത്തുള്ളൂ. അല്ല അല്ല അല്ല. Instead of you, the unsearchable riches of Christ were given. അത് ഈ 2021 അത് റിവീലായി വരാൻ പോകും. സാധാരണ നിലയിലുള്ള ഉയർച്ചയ്ക്കല്ല ഒരു ദൈവ പൈതലിനെ വിളിച്ചിരിക്കുന്നത്. നമ്പർ 1, ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ മുമ്പോട്ട് പോകും. ആയിരിക്കുന്നിടത്തോളം ഓരോ വിളിച്ച് പറഞ്ഞു, ഞാൻ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. 2, എനിക്ക് കർത്താവ് തന്ന എല്ലാ കാര്യങ്ങളും ഐ വിൽ ബി ഓൾവേസ് താങ്ക്ഫുൾ ടു ഗോഡ്. എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നല്ലോ. ഇന്ന് കർത്താവ് തന്നതിനൊക്കെ നന്ദി പറഞ്ഞായിരുന്നു? ഇല്ല, പറഞ്ഞില്ല. ഇരിപ്പ് കാണുമ്പോഴേ എനിക്കറിയാം. ആ കൈ ഒന്ന് ഉയർത്തി ഒറ്റ വാക്കെന്ന് പറഞ്ഞേ, താങ്ക് യു ജീസസ്, താങ്ക് യു ഫോർ എവറിത്തിങ്. എനിക്ക് തന്നതിനെല്ലാം നന്ദി. എന്തെല്ലാം നന്മകളാ തന്നത് ഇല്ലേ? എല്ലാ ദിവസവും പിശാച് നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ദൈവം ചെയ്ത കാര്യങ്ങൾ, ഇന്ന് പകരം കർത്താവ് അത്ഭുതകരമായി നിങ്ങളെ വഴി നടത്തിയില്ലേ? നിങ്ങൾ ഇന്നത്തെ ഏർലി മോർണിംഗിൽ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഈ സമയം വരെ എത്ര അത്ഭുതകരമായി കർത്താവ് നടത്തി. ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് ചെയ്തതിനൊന്ന് നന്ദി പറയണം. അടുത്ത പ്രഭാതത്തെ തുടങ്ങുമ്പോൾ പറയണം, ഈ ദിവസത്തിനായി നന്ദി. ഞാൻ ഇന്ന് രാവിലെ തുടങ്ങിയപ്പോൾ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥന, യേശുവേ എനിക്ക് ഒരു ദിവസം കൂടെ എന്റെ ദൗത്യത്തിൽ തന്നതിനായി സ്തോത്രം. ഞാൻ മടങ്ങി വരാം. സാധാരണ നിലയിലുള്ള അനുഗ്രഹമല്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. എഫേഷ്യൻസ് 3:8 നിങ്ങൾ വായിച്ചത്. അവിടെ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അവിടെ 1 തിമോത്തി chapter 6 verse 17 അതോടെ വായിച്ചിട്ട് പെട്ടെന്ന് മടങ്ങി വരാം. 1 തിമോത്തി chapter 6 verse 17. ഈ ലോകത്തിലെ ദേവന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. പറയേണ്ട കാര്യം 200 കിലോമീറ്റേഴ്സ് അപ്പുറത്ത് വരെ പോയി. നമ്മുടെ ഈ ട്രാൻസ്ലേഷൻ ഉണ്ടായ ഒരു ചെറിയ പ്രോബ്ലം എടുക്കണ്ട. The real blessing is spiritual. ഞാൻ വീണ്ടും ആവർത്തിക്കപ്പെടാതെ, the real blessing is spiritual. അതുകൊണ്ട് എഫേഷ്യൻസ് 1:3 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് ഒരു വാക്യത്തിലോട്ട് വരാം. ഇവിടെ എഴുതിയിരിക്കുന്നത് 1 തിമോത്തി chapter 6 verse 17. Trust in God. Trust in God. Don't trust in our wealth. Trust in God. അവനെ മുറുകെ പിടിക്കണം. അകത്ത് തന്നിരിക്കുന്ന ജീവനെ മുറുകെ പിടിക്കണം. The ever greatest gift in this world is eternal life, and it's given inside you. യേശുവിലായപ്പോ നടന്നത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. 1, all sins were forgiven. എന്റെ സകല പാപവും മോചിച്ചു. Become a new creation. ഒന്നുകൂടെ അവരൊക്കെ പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി. I become a new creation in Christ. Number 2, we become the family of God, the family of El Shaddai.
the family of Jehovah Rapha, the family of the Almighty God. Number 3, the ever greatest gift in this world, that is the eternal life. എന്റെ നിങ്ങളുടെ അകത്ത് ആ നിത്യ ജീവൻ തന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്യം, ട്രസ്റ്റ് ഇൻ ഗോഡ്. എന്റെ ബൈബിൾ എഴുതിയിരിക്കുക, who piles on all the riches we could ever manage. ഞാൻ എന്റെ ട്രാൻസ്ലേഷൻ ഉള്ള ബൈബിളാണ് വായിക്കുന്നത്. ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി, മെസ്സേജ് ബൈബിളാണ്. Who piles on all the riches we could ever manage. I am going to profess, I am going to proclaim it in Jesus' name. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഞാനിപ്പോൾ ദൂത് അയക്കാൻ പോവാ. 2021 all the riches of God are going to pile upon you. സാധാരണ നിലയിലല്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ പോകുന്നത്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ വ്യക്തി നിരാശപ്പെടരുത്. മറ്റുള്ളവർ കണ്ട വിസ്മയിക്കപ്പെടുന്ന തരത്തിൽ, ലോകക്കാർ കണ്ടാൽ വിസ്മയിക്കപ്പെടുന്ന തരത്തിൽ, നിങ്ങളുടെ ഭവനക്കാർ, ചാർച്ചക്കാർ, ബന്ധുക്കൾ, നിങ്ങളുടെ പരിചയക്കാർ കണ്ട വിസ്മയിക്കപ്പെടുന്ന തരത്തിൽ 2021 സമ്പത്ത് കൊണ്ട് he is going to pile up. സമ്പത്ത് കൊണ്ട് കർത്താവ് കുമിഞ്ഞു കൂട്ടും. ഓ, ഈ വചനത്തെ പിടിക്കുന്നവർക്കായി സ്തോത്രം. നോക്കി നിൽക്കുമ്പോൾ ഈ വർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം കൊണ്ടല്ല, നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി കൊണ്ടല്ല. he is going to do it. Trust in God. Thank you, dear Jesus. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഇരുന്നെഴുന്നേക്കുന്ന പോലെ അവസ്ഥകളെ കർത്താവ് മാറ്റാൻ പോകും. നിവചനം റിസീവ് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ സൂപ്പർ നാച്ചുറൽ. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, വി ആർ നോ മോർ ബെക്കേഴ്സ്. ദൈവരാജ്യത്തിൽ ഞാൻ നിങ്ങൾ യാചകരല്ല. We are the heirs of God. ഇന്നാരായെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന്റെ അവകാശിയാണ്. ക്രിസ്തുവിന്റെ മുഴുവൻ, അതിന്റെ മുഴുവൻ അവകാശം എനിക്ക് തന്നിരിക്കുക. I become the righteousness of God in Christ. അതുകൊണ്ട് ചെറിയ വെല്ലുവിളികൾ വന്നാൽ, ചെറിയ പ്രതിസന്ധികൾ വന്നാൽ വിട്ടുകൊടുക്കരുത്. ആയിരിക്കുന്നിടത്തൊന്നോട് ഉറക്കെ വിളിച്ചു, I will never give up. I will never give up the inheritance that I have received through Christ. No one can take it. Christ had given it to me. എനിക്കിത് മുഴുവൻ യേശു തന്നതാ. ഒന്നോട് ഉറക്കെ പറഞ്ഞാൽ സകലത്തിന്റെയും അവകാശിയാണ്. ദൈവത്തിന്റെ അവകാശി, ക്രിസ്തുവിന്റെ കൂട്ടവകാശി. The heir of God, co-heir with Christ Jesus. മറക്കരുത്, എല്ലാ അനുഗ്രഹങ്ങളും, all the blessings are in Christ. Colossians chapter 1 verse 27. ഇന്ന് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്റെ നിങ്ങളുടെ അകത്തിരിക്കുക. Colossians chapter 1 verse 27. ആ വാക്യങ്ങൾ പെട്ടെന്ന്, നിങ്ങൾക്ക് സുപരിചിതമായ വാക്യങ്ങൾ വായിച്ചു പെട്ടെന്ന് മുമ്പോട്ട് വരാം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഓ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, the hope of glory, Christ living inside you. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ കർത്താവാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവരോടും പരിശുദ്ധാത്മ ഓർമ്മിക്കുന്നു, in these coming days you are going to enjoy the supernatural breakthroughs in your life. ഇതുവരെ ചിന്തിക്കാത്ത അസാധാരണമായ പോക്കുവഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തുറക്കാൻ പോകും. ഇന്ന് പലരും നിൽക്കുന്നത് വലിയ പ്രതിസന്ധിയുടെ നടുക്കില്ല. എന്റെ അകത്ത് പരിശുദ്ധാത്മാവിൽ ചില പ്രിയപ്പെട്ടവർ
ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ നിൽക്കുന്നു. നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർ മുഴുവൻ, നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം മുഴുവൻ തെളിവുകൾക്ക് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ, the world is demanding for proofs. നീ പറയുന്നതൊക്കെ നടക്കുമല്ലോ എന്ന് നിന്റെ ജീവിതത്തിലൊന്ന് നോക്കട്ടെ എന്ന് മറ്റുള്ളവർ നിങ്ങളെ നോക്കി പറയുമ്പോൾ ഞാൻ ഉറപ്പോടെ പറയാം, my daddy will prove. അപ്പൻ തെളിയിക്കാൻ പോവാ, അപ്പൻ തെളിയിക്കാൻ പോവാ. എന്താ തെളിയിക്കാൻ പോകുന്നത്? നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ, നിങ്ങൾ നിങ്ങളുടെ തലമുറയിൽ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞ്, you are going to become the proof of blessing. നിങ്ങൾ നിൽക്കുന്ന രാജ്യത്ത്, നിങ്ങൾ നിങ്ങളുടെ തലമുറ, നിങ്ങൾ നിങ്ങളുടെ കുടുംബം, നിങ്ങൾ നിങ്ങളുടെ ജനറേഷൻസും, you are going to become the proof of his blessings. Supernatural favor of God is going to demonstrate upon you. ഓ, എന്റെ അടുത്ത് പരിശുദ്ധാത്മ പറയുന്നു, ഇതുവരെ ചിന്തിക്കാത്ത നിലയിൽ പുതിയ ചില വഴികളൊക്കെ കർത്താവ് തുറക്കാൻ പോകും. ഇതുവരെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത നിലയിൽ സൂപ്പർ നാച്ചുറൽ റിസ്റ്റോറേഷൻ. സോറി, unusual breakthroughs. ഓ, എന്റെ അകത്ത് പരിശുദ്ധമ്മ പറയും, നിങ്ങളുടെ ജോലി സ്ഥലത്ത് you are going to experience the supernatural favor of God. ചിന്തിക്കാൻ പറ്റാത്ത ലിഫ്റ്റ്സ്. ഇതുവരെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത നിലയിലുള്ള അത്ഭുതം. കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, ഹൃദയത്തിൽ നിരൂപിക്കാത്ത തരത്തിൽ ഈ ദിവസങ്ങൾ അത്ഭുതം നടക്കാൻ പോകും. നോക്കി നിൽക്കുമ്പോൾ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പോകും. ഓ, ഇന്ന് വിട്ടുകൊടുക്കരുത്. കുടഞ്ഞെഴുന്നേക്കാൻ റെഡി ആയിക്കോളും. നിങ്ങളെ കർത്താവ് അയച്ചിരിക്കുന്ന, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ നിൽക്കുന്ന സ്ഥാപനത്തിൽ, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഓഫീസിൽ നിങ്ങളെ യേശു അയച്ചത്. You are the royal priesthood of God. Oh, something amazing. ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. എനിക്കറിയാം, അസാധാരണമായ നിലയിൽ പരിശുദ്ധാത്മാവിന്റെ ചലനം തുടങ്ങിയിരിക്കുക. നിങ്ങളുടെ അകത്ത് തന്നിരിക്കുന്നത് മുഴുവൻ, ഓ, ഇതുവരെ ചിന്തിക്കാത്ത ഒരു വലിയ സ്റ്റെയറപ്പ് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ അകത്ത് തന്നിരിക്കുന്ന മുഴുവൻ കപ്പാസിറ്റി ഈ ദിവസങ്ങളിൽ റിവീലായി വരാൻ പോവാ. എന്റെ അകത്ത് പോലീസുകായിട്ട് പറയുന്നു, ഇതുവരെ കേട്ട മുഴുവൻ പ്രൊഫറ്റിക്കൽ അട്രൻസസ്, ഇതുവരെ കേട്ട മുഴുവൻ പ്രവചന ദൂതുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ കേട്ട മുഴുവൻ വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇനിയത്തെ ദിവസങ്ങളിൽ അസാധാരണമായ നില നിവർത്തിക്കാൻ പറയുക. ഓ, വാതിലുകൾ ഇല്ലാത്ത ചില പുതിയ വാതിലുകൾ കർത്താവ് തുറക്കാൻ പോവാ, പുതിയ വഴികൾ കർത്താവ് തുറക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവേ, ഇപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നാളേക്ക് ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുക. യേശുവിന്റെ നാമത്തിൽ, ഓ, യു ആർ ഗോയിങ് ടു മൂവ് ഫോർവേഡ്. എഴുന്നേറ്റ് ഓടി നടക്കാൻ റെഡിയായിരിക്കും. എല്ലാ മെഡിക്കൽ ഡോക്യുമെന്റ്സ് യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ ഈ സമയം തന്നെ ക്യാൻസൽ ആകാൻ ഞാൻ കൽപ്പിക്കുന്നു. സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് അപ്പോൺ യു. Thank you, dear Jesus. Give you praise, give you glory in Jesus' name. Amen. Amen. You are the royal priesthood of God. Never give up. വലിയത് കർത്താവ് ചെയ്യാൻ പോകും. സമയം അടുത്തോട്ടിരിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ you are going to experience the power of God. എനിക്ക് നന്നായിട്ടില്ല, ഞാൻ ഈ വചനം പറഞ്ഞ് തീരുന്നതിന് മുമ്പ് bell bones are going to be straightened. Every infirmity is going to move in Jesus' name. In the platform ഇരിക്കുന്ന ഒറ്റ കുഞ്ഞ് രോഗിയെ ജീവിക്കത്തില്ല. And you are the hair of God. You are the co-heir with Christ. You will experience all the blessings in the world. വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. Let's come. Hebrews chapter 10 എന്ന മെസ്സേജിനോട്ട് കേൾക്കുക. ഞാൻ പെട്ടെന്ന് നിർത്തും, പേടിക്കണ്ട. Hebrews chapter 10. ആ ഇരിക്കുന്നിടത്തോന്ന് ഉറക്കം വെച്ച് പറഞ്ഞു, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഇത്ര സീരിയസ് ആയിട്ട് പറയേണ്ട വചനമല്ല, ഒന്ന് ചിരിച്ചോണ്ടൊക്കെ പറ. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ വാലല്ല തലയായി തീരും.
ഒന്നോടൊക്കെ പറ, ഞാൻ രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും. എന്റെ അകത്ത് ഹോളി സ്പിരിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക ജെബി ബ്രദർ, എന്നാന്നറിയത്തില്ല. കാനഡയിൽ ഇങ്ങനെ ഫ്ലൈറ്റുകൾ, ഹെവൻലി ഫീസ് ഫ്ലൈറ്റുകൾ ഇനി പോകാൻ പോകും. ഇഷ്ടംപോലെ TNT, ഇഷ്ടംപോലെ ജീസസ് സ്കൂളിലെ കുഞ്ഞുങ്ങൾ. യു ആർ ഗോയിങ് ടു മിനിസ്റ്റർ ഇൻ നേഷൻസ് ഓഫ് ദ വേൾഡ്. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ ഓർത്തത്, നാട്ടിൽ വരാനുള്ള ഡേറ്റ് ഇപ്പോഴേ നോട്ട് ചെയ്ത് വെച്ചോണം. ട്രാവൽ ചെയ്യേണ്ട ഡേറ്റ് ഇപ്പോഴേ നോട്ട് ചെയ്തോണം. വൈറസ് ഒക്കെ കല്ലില്ലേ, അതൊന്നും നടക്കത്തില്ല. എന്താന്ന് വെച്ചാൽ 2 വാക്യത്തുണ്ട്, വചനത്തിൽ എഴുതിയ 2 വാക്കുകളുണ്ട്. അത് ബൈബിളിൽ നിന്ന് മാറ്റിക്കളാണ്. ഒന്ന്, സ്നേഹ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യും. 2, കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കും. ഇതൊക്കെ നടക്കണമെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷൻ മാറിയേ പറ്റത്തുള്ളൂ. എവറിത്തിങ് വിൽ ചേഞ്ച്. You are more than victors. We are more than victorious in Christ Jesus. We are more than conquerors in Christ Jesus. Let's come. Hebrews chapter 10 verse 35. എബ്രായർ 10 അതിന്റെ 35ാമത്തെ വാക്യം മുതൽ നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കട്ടെ. The biggest miracle in this world, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, the life of Christ is given inside you. ക്രിസ്തുവിന്റെ ജീവൻ അകത്തു വന്നു. അതാ പത്രോസ് പറയുന്നത്, കെടാത്ത ബീജം, നിലനിൽക്കുന്ന ബീജം, ജീവനുള്ള ബീജം. The everlasting seed is given inside you. നിങ്ങളുടെ അകത്ത് തന്നിരിക്കുന്ന മഹാപ്രതിഫലമുള്ള ധൈര്യം. Talking about the great salvation, talking about the eternal life of God. മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. അടുത്ത വാക്ക്, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ എന്താ ആവശ്യം? steadfast, patience and endurance. അതുകൊണ്ടാ ഹീബ്രൂസിൽ എഴുതിയിരിക്കുന്ന വിശ്വാസത്താൽ ദീർഘക്ഷമയാൽ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരുടെ അനുകാരികളായി തീരും. ചില വിശ്വാസിയെ കാണാൻ മേലെ പ്രാർത്ഥിച്ച് നടന്നില്ല, ഓ പോയി, ഇനി ഒന്നും നടക്കത്തില്ല. എല്ലാരും വാഗ്ദത്തം കേട്ടോണ്ടായിരിക്കുന്നു, എല്ലാ ദിവസവും പ്രവചന ദൂത് കേട്ടോണ്ടായിരിക്കും. നിങ്ങൾ ഈ ബൈബിൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവറി പേജ് there is a promise for it. പക്ഷെ എന്നാ എടുക്കാനാ, ഈ പുസ്തകത്തിന്റെ അകത്ത് 10,000 അനുഗ്രഹത്തിന്റെ വാക്കുണ്ടെങ്കിലും ചിലരുടെ മേലുള്ള അനോയിന്റിങ് സൂപ്പർ നാച്ചുറൽ. അവരെന്നാ എടുക്കുന്ന വെച്ചാൽ ഒരിക്കലും വേണ്ടാത്ത ഏതെങ്കിലും ഒരു വാക്ക്, ഉയർച്ചയുടെ വാക്കല്ല, താഴ്ചയുടെ വാക്ക്, അവിടെ എഴുതിയിരിക്കുന്ന ആവശ്യമില്ലാത്ത ഒരു വാക്കെ കയറി പിടിക്കും, എന്നിട്ട് കഷ്ടത അനുഭവിക്കും. വചനം വായിക്കാൻ ഇരിക്കുമ്പോൾ എങ്ങനെ വായിക്കണം, വചനം പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? സ്റ്റഡി ദ ടെക്സ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ്. നിങ്ങൾ അതിന്റെ മുകളിൽ താഴെയുള്ള ഭാഗം വായിച്ചോ. 2, നിങ്ങൾ എവിടെ നിന്ന് വായിക്കണം? സ്റ്റേ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിന്ന് വേണം ഏത് വചനവും വായിക്കാൻ. അവിടെ എത്തിയിരിക്കുക. ദീർഘക്ഷമ നിങ്ങൾക്ക് ആവശ്യം. 36 വായിക്കാം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അടുത്ത വാക്ക്, അടുത്ത വാക്ക്. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നോറൊക്കെ പറഞ്ഞാൽ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നോറൊക്കെ പറഞ്ഞാൽ വിശ്വാസത്താൽ ജീവിക്കും. എന്താ വിശ്വാസത്താൽ ജീവിക്കുന്നത്?
ഞാൻ എന്താണോ ഹൃദയത്തിൽ കണ്ടത് അതെല്ലാ ദിവസവും വാ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ, 2021 എന്തെങ്കിലുമൊക്കെ ഹൃദയത്തിൽ കണ്ടോ? കണ്ടവരുടെ കൈയൊന്ന് വീശി കാണിച്ചേ. ഇന്നീ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ വാ കൊണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞേ. ആ ജോലി എന്ന സ്ഥാപനത്തിൽ, ആ ഓഫീസിലെ ഏറ്റവും ടോപ്പിലെ ചെയർ, ഞാൻ അവിടെ ചെല്ലുന്നേ. ആ ഡയറക്ടറുടെ ചെയർ, ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് അൺബിലീവബിളായി ഗ്രോ ചെയ്യുന്നേ. And my dad will pile up riches upon me, and I will be a blessing to nations. ഇന്നലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ TNT ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. You will be the number ones in Jesus' name. Number ones in your universities, and number ones in the world. വാഗുണ്ടെന്ന് പറഞ്ഞേ, വിശ്വാസത്താൽ, നിങ്ങളുടെ വാക്കിനാൽ യു ആർ ഗോയിങ് ടു ചേഞ്ച് യുവർ ഡെസ്റ്റിനി. ഒന്നും കണ്ടേച്ചോ നിരാശപ്പെടരുത്. ആരൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുക, വിശ്വാസത്താൽ, വിശ്വാസത്താൽ. ഞങ്ങൾക്ക് ഇവിടെ ഇടയ്ക്ക് എല്ലാ വീക്കില് ബിസിനസ്മെൻ ഗ്യാതറിംഗ് ഉണ്ട്. ബിസിനസ്മെൻ ഗ്യാതറിംഗ് വരുന്ന മുഴുവൻ സെക്യുലർ ബിസിനസ്മെൻ, നമ്മുടെ വിശ്വാസികളെക്കാൾ കൂടുതൽ സെക്യുലർ. സോ ലാസ്റ്റ് മീറ്റിംഗ് മേ ബി 125. അതിൻ്റെ അകത്തൊരു ലെസ് ദാൻ 1/3 ഉള്ളൂ വിശ്വാസികൾ. ഞാൻ അവരുടെ ഒരു മീറ്റിംഗിൽ അവരോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ ക്രൈസിസ്, നിങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച് ഷെയർ ചെയ്താൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. അവിടെ നമ്മുടെ മീറ്റിംഗ് പോലെ സ്വോത്രം അല്ലേരിയൊന്നുമില്ല, കാരണം രക്ഷിക്കപ്പെടാത്ത ആൾക്കാരാണ് വന്നിരിക്കും. അവരെ ദൈവരാജ്യത്തിലോട്ട് കയറ്റുന്ന പ്രോസസ്സാണ് ബിസിനസ്മെൻ മീറ്റിംഗ്. ഇവിടുത്തെ മീറ്റിംഗ് ജോയ്ഫുൾ മെൻസ് ക്ലബ്. അതിൽ ഓരോരുത്തർ എഴുന്നേക്കാൻ തുടങ്ങി. അവർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അത് ഏറ്റവും വലിയ ക്രൈസിസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞങ്ങൾക്കിപ്പം ഇനി ലോൺ കിട്ടിയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ 8-10 പേര് എഴുന്നേറ്റു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് വേണ്ടി? ആ ഇൻവെസ്റ്റ്മെന്റ് ഞാനിപ്പോ തരാൻ പോവാം. നിങ്ങൾക്ക് വേണ്ടിയ എമൗണ്ട് എത്രയാണ്? അത്രയും എമൗണ്ട് ഞാൻ തരാൻ പോവാം. പക്ഷെ ഒറ്റ മിനിറ്റിനാവും പറയണം നിങ്ങൾ അത് എന്താ ചെയ്യാൻ പോകുന്നു. ഞാൻ നോക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളികളുടെ എല്ലാം തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്നതാണ്. അവർ കടഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക, ഈ പൈസ എങ്ങനെ പൊട്ടിക്കണം. ഒറ്റ ഒരാളെ കൊണ്ട് റിപ്ലൈ ചെയ്യില്ല. ഞാൻ പറഞ്ഞു, ഞാനിപ്പോ പറയാം നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയാം, എങ്ങനെ നമ്മുടെ ഈ പപ്പടം പൊടിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന കാശ് മുഴുവൻ നിങ്ങൾ പൊടിച്ചു കളയും. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലായിരുന്നോ? അതിനുള്ള ക്യാഷ് കിട്ടിയില്ലേ? നിങ്ങൾക്ക് ആവശ്യത്തിന് ലോൺ സഭയിലായില്ലേ? അവരൊക്കെ തലകുലിക്കും. ഞാൻ പറയാം, എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം. അത് മുഴുവൻ ഏത് വഴിക്കാ പോയെന്ന് നിങ്ങൾക്ക് പോലും അറിയത്തില്ല. ഞാൻ കുറച്ചു പേര് ഇങ്ങനെ ഇരിപ്പുണ്ട്. ചിലര് തലകുലിക്കേച്ച് പറഞ്ഞു, കറക്റ്റ്. ഞാൻ പറഞ്ഞു, ബിസിനസ് ആണ് ആദ്യം വേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ആദ്യം വേണ്ടത് ആ ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ ആദ്യം വേണ്ടത് ഹി നീഡ്സ് ആൻ ഐഡിയ. അവന് വേണ്ടിയത് കാഴ്ചപ്പാട്. ഹി നീഡ്സ് എ വിഷൻ. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ദൈവരാജ്യത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതൽ വിശ്വാസത്താൽ മുമ്പോട്ട് പോകണം. ഈ 2021 വിശ്വാസത്താൽ വൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകും. ഓ സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് ഈ വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകും. ഇന്ന് പ്ലാറ്റ്ഫോമിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് പകലിന്റെ പരിശുദ്ധമാർ, നിങ്ങൾ ഒരാൾ മുഖാന്തരം നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ ഭവനക്കാർ, നിങ്ങളുടെ ചാർച്ചക്കാർ, നിങ്ങളുടെ റിലേറ്റീവ്സ് മുഴുവൻ, നിങ്ങളുടെ പരിചയമുള്ള മുഴുവൻ ആൾക്കാർ, നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിൽക്കുന്നവർ മുഴുവൻ ഈ വർഷം കർത്താവിനാകാൻ പോകും. നിങ്ങൾ ഒരാളിൽ കൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ റെഡി ആയിക്കോണം. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് മുഴുവൻ നിങ്ങൾ ഒരാളിൽ കൂടെ യേശുവിനെ ടേസ്റ്റ് ചെയ്യാൻ പോവുക. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ രാജ്യത്തെ കർത്താവ് വെറുതെ കൊണ്ടുചെന്നതല്ല. ഇതുവരെ ഒരു മനുഷ്യായുസിന് ആരുടെ കയ്യാലും നടക്കാത്തത് ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സൗരി സൗരന്മാരുടെ കയ്യാൽ നടക്കാൻ പോവാ. TNTയുടെ കയ്യാൽ നടക്കാൻ പോവാ. ഓരോ കുടുംബങ്ങളുടെ കയ്യാൽ നടക്കാൻ പോവാ. ഇന്നലത്തെ പരാജയങ്ങളൊക്കെ കുറഞ്ഞുകള. ഇന്നലെ പിശാചി വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ തലയെ കൊണ്ടുവന്നത് ഇന്ന് പകൽ അതിനൊന്ന് ശാസിച്ചു കള. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കറിയാം, വിശ്വാസത്താൽ നിങ്ങൾ വൻ കാര്യങ്ങളെ പിടിച്ചെടുക്കുന്നവരായി തീരാൻ പോവാ. ഇരിക്കുന്നത് ചേർന്ന് കർത്താവിനെ ആർത്തി വിളിച്ചൊന്ന് സ്തോത്രം ചെയ്യും.
വാക്യം, അടുത്ത ഒരു വാക്യം കൂടെ പെട്ടെന്ന് വായിക്കും. 38. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ വായിച്ചു, അടുത്ത വാക്യം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലെത്ര ആകുന്നു. ആ വാക്യം എല്ലാവരും ഒന്ന് ഒരുമിച്ച് വായിച്ചേ, നിർത്തി എല്ലാവരും ഒന്ന് ഒരുമിച്ച് വായിച്ചേ. നാമോ വായിച്ച ബ്രദർ, ഓരൊക്കെ വായിക്കും പ്ലീസ്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലെത്ര ആകുന്നു. അതെ, ഇടയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്കാ. ഇടയ്ക്കെല്ലാം തകബ്രദർ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടിക്ക്, ഫോർ എ ന്യൂ ക്രിയേഷൻ. There is no reverse gear and no brake. റിവേഴ്സ് ഗിയർ എന്ന് പറയുന്ന സാധ്യതയില്ല, ബ്രേക്കും ഇല്ല, only accelerator. എപ്പോഴും മുന്നോട്ട്. പുറകോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലല്ലെന്ന്, ജീവരക്ഷ പ്രാപിച്ച് മുമ്പോട്ട് പോകുന്നവർ. ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് പ്ലാറ്റ്ഫോമിൽ കയറി ഇന്ന് മുഴുവൻ കുടുംബങ്ങൾ, ഇന്നത്തെ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സൂപ്പർ നാച്ചുറൽ ടെസ്റ്റിമണീസ് upon you. The unmerited favor of God upon you. The world is going to see it. ഇതുവരെ ചിന്തിക്കാത്ത നിലയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നത്. ഹോൾഡ് ഓൺ, ട്രസ്റ്റ് ഓൺ ദിസ് വേർഡ്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ സംഭവിക്കും. നാമോ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ, മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ. We will move forward. വലിയത് കർത്താവ് ചെയ്യാൻ പോകും, വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകും. ഇന്ന് ഈ ഭൂമിക്കറിയിക്കുന്ന മുഴുവൻ പേരുടെ കയ്യാൽ ഇതുവരെ ചിന്തിക്കാത്ത നില ക്രിയേറ്റീവ് മിറക്കിൾസ്, ചലിക്കാത്ത ചില ഫയലുകൾ, മൂവ് ചെയ്യാത്ത ചില പേപ്പറുകൾ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ മതിയെന്ന്. മിറക്കിൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നിങ്ങളുടെ കണ്ണ് തുറന്ന് എവിടെയെങ്കിലും നോക്കിയാൽ മതിയെന്ന്. anointing is going to flow. വാ തുറന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന്. ആ വാക്കിന്റെ മേൽ അവന്റെ അഭിഷേകം ഇറങ്ങാൻ പോകും. എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. നിസ്സഹായരായി നിന്ന ശിഷ്യന്മാരുടെ അടുക്കൽ, ഭാരപ്പെടുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ, എല്ലാ വഴികളും അടഞ്ഞ ശിഷ്യന്മാരുടെ അടുക്കൽ, ഇനി എവിടുന്ന് സഹായം വരുമെന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ ഇറങ്ങി വന്ന യേശു പറഞ്ഞ വാക്ക്, the Holy Spirit will come upon you. യേശു പോകുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വാക്ക് ഇന്ന് കാനഡയിൽ ഈ ഭൂമിയിലിരിക്കുന്ന മുഴുവൻ വ്യക്തികളോട്, കുടുംബങ്ങളോട് കർത്താവ് പറയാ, the Holy Spirit will come upon you and this is the time of my Holy Spirit. Oh my friend, oh my comforter, my helper, my advocate, this is your time. അസാധാരണമായ പകർച്ച. ഞാൻ അടുത്ത വചനങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എനിക്കറിയാം സൂപ്പർ നാച്ചുറൽ breakthroughs in every area of your life. യേശു ശിഷ്യന്മാരോട് പറയാ, the Holy Spirit will come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വന്നു. അടുത്ത വാക്യത്തിൽ യേശു പറഞ്ഞു, and you shall receive power. ശക്തി പകരപ്പെടും. യേശു പറഞ്ഞ വാക്ക് നമ്മുടെ ബൈബിളിൽ ഒറ്റ വാക്കിൽ എഴുതിയിരിക്കുന്നത്, ശക്തി പകരപ്പെടും. This is not ordinary power. ഇന്ന് ഈ മീറ്റിംഗിന്റെ ഇടയ്ക്ക് പകരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മേൽ പകരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിസ് പവർ, ഹിസ് മൈറ്റ്, ഹിസ് എബിലിറ്റി, ഹിസ് എഫിഷ്യൻസി. Oh, it's going to pour upon you right now in Jesus' name. And receive the power of God. Receive the might of God. Receive the capacity of God. Receive the ability of God. You are going to do the impossible. In the second half, it will be marvelous than the first half. 2021 second half ഇപ്പോഴേ റെഡി ആയവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. You will receive his power. You are going to act upon his ability. You are going to do everything upon his efficiency. His power is upon you. Right now, something supernatural, something awesome is happening there.
Oh, thank you, Lord. Thank you, Lord. Thank you, my master. കർത്താവെ പ്രാർത്ഥിക്കുന്നു, ഇന്ന് കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മുഴുവൻ പേരുടെ ഇപ്പോൾ right now, let the fire mantle fall upon them, my Lord. Let the powerful apostolic mantle heat upon them, my Lord. നാളെ ലോകരാജ്യങ്ങളെ കീഴ്മേൽ മറിക്കത്തക്ക നിലയിൽ സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷയ്ക്കായി you are going to arise pillars for the revival. Oh, the uncontrollable power of God. I can feel the move of the Holy Spirit. Come on, talk to him. Changes. You are going to arise. You are going to stand for Jesus. You are going to preach the good news to nations of the world. Oh, in the platform, your children are going to be used mightily for God. യേശുവിന്റെ നാമത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ ചില പുതിയ കാര്യങ്ങൾ ഉണ്ടായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവർ ഏത് കാര്യത്തിന് വേണ്ടി കരം ഉയർത്തിയിരിക്കുന്നു അത് ഉണ്ടായി വരട്ടെ. I pray for a creative miracle in Jesus' mighty name. I stood up on the anointing. I declare supernatural miracle upon your life in Jesus' name. ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. പുതിയ ചില ഡോർസ് ഇറ്റ്സ് ഗോയിങ് ടു ഓപ്പൺ ഫോർ യു. ഇതുവരെ ചിന്തിക്കാത്ത നില പുതിയ വാതിലുകൾ തുറക്കപ്പെടാൻ പോകും. പുതിയ ജോലികൾക്കുള്ള വാതിലുകൾ തുറക്കപ്പെടാൻ പോവാ. നിങ്ങളുടെ ബിസിനസ്സുകൾ ഇമാജിൻ ചെയ്യാൻ മേലാത്ത അപ്ലിഫ്റ്റ് യേശുവിന്റെ നാമത്തിൽ ന്യൂ റിസോഴ്സസ് ആർ ഗോയിങ് ടു ബി ഓപ്പൺ ഇൻ ജീസസ് മൈറ്റി നെയിം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് മൈറ്റി നെയിം. ആമേൻ, 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 ആമേൻ. നെവർ ഗിവ് അപ്പ്. ധൈര്യത്തോടെ മുമ്പോട്ട് പോകണം. എനിക്കറിയാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പുതപ്പ് വീണിട്ടുണ്ട്. യൂസ് ദാറ്റ്. അടുത്ത വചനത്തോട് പോകുന്നുണ്ട്. ഞങ്ങളൊരു ഒരു ഫ്യൂണറൽ സർവീസിന് പോയി കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഈ കൊറോണയ്ക്ക് മുമ്പ്. അവിടെ ചെന്നപ്പം അന്നത്തെ സമയത്ത് ഈ ഫ്യൂണറൽ കഴിഞ്ഞപ്പോ തോമസൂട്ടി ബ്രദറെ അന്ന് ഫ്യൂണറൽ കഴിഞ്ഞപ്പോഴത്തേന് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഇപ്പൊ ഈ അടുത്ത ഇടയ്ക്കുമല്ല, ഞാനിപ്പോ അതിനെക്കുറിച്ച് പെട്ടെന്ന് ഓർക്കുകയായിരുന്നു. ആ ഫ്യൂണറൽ കഴിഞ്ഞപ്പോ ഞങ്ങൾ പോരാറായപ്പോ അവിടെ കോഫി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്നു. പിന്നെ ഒരു പാക്കേജ് ഉണ്ട്. അന്ന് സ്നാക്സ് പാക്കാ അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ബിരിയാണിയൊക്കെ. അപ്പൊ സ്നാക്സ് പാക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നിടത്ത് തോമസ് ബ്രദർ തുറന്നു. അത് തുറന്ന് അതിൻ്റെ അകത്തുള്ള ഓരോന്നോരോന്ന് എടുത്തു. അവസാനമായപ്പോൾ തോമസ് ബ്രദറിന്റെ കൂടെ മോനുണ്ട്. തോമസ് ബ്രദറിന്റെ മോനുണ്ട്. ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട TNT അപ്പോസ്തലൻ. തോമസ് ബ്രദർ മോനോട് പറഞ്ഞു, എടാ മോനു, ഇതിന്റെ അകത്ത് ഉഴുന്നോടെയില്ല, നിന്റെ വട എനിക്ക് തരാം. നിങ്ങളുടെ വിചാരം മോന് നല്ല അനുസരണമുള്ള ഒരു മോൻ അപ്പം പറഞ്ഞ ഉടനെ വടയെടുത്ത് കൊടുത്തെന്ന. മോനിന്റെ മുഖമൊക്കെ മാറിയില്ലേ? മുന്നിൽ ചില സീരിയസ് ആയിട്ട് പപ്പായിട്ട് പറയാ, ഭയങ്കര ഗൗരവത്തിൽ മോന് പപ്പായിട്ട് പറയാ, ആ പാക്കറ്റിന്റെ അടിയിലോട്ടൊന്ന് കൈയിട്ട് നോക്കി, അതിന്റെ അകത്തുണ്ടോന്ന് നോക്കി. തോമസ് അതിന്റെ അകത്തുള്ള ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് മാറ്റി നോക്കി. അവസാനമായപ്പോണ്ട് അടിച്ചെന്ന് ഏറ്റവും അടി വട കിടക്കുന്നു. വടയെടുക്കുകയും മോൻ അവിടെ നിന്ന് ഒറ്റ ഡയലോഗ്, സ്വന്തം പാക്കറ്റ് നോക്കത്തില്ല, എന്നിട്ട് അടുത്തിരിക്കുന്നവന്റെ പാക്കറ്റോടെ അടിച്ചോണ്ടു. നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഇരിപ്പുണ്ടെ ആ മുഖത്തോട്ട് നോക്കി വെച്ച് പറ, സ്വന്തം യേശുവിനെ ഉപയോഗിക്കാൻ പഠിക്കണമെന്ന്. യൂസ് യുവർ ഓൺ ജീസസ്. Hallelujah. Let's start for the landing. Hebrews chapter 13. ആ വായിക്കുന്നതിന് മുമ്പ് ഒന്നോടൊക്കെ വിളിച്ചു പറഞ്ഞേ, എനിക്ക് നല്ലതേ വരത്തുള്ളൂ. ആ ചിരിച്ചോണ്ടൊക്കെ പറ, only good will happen to me. ആ പാട്ട് ഓർക്കുന്നുണ്ടല്ലോ. ആ നമ്മുടെ ആ ഗിറ്റാർ പ്ലേ ചെയ്ത ആ ബ്രദർ ലൈനിലുണ്ടെന്ന് തോന്നുന്നു. ഒരു സ്ഥലത്തെ പാടിയേച്ച് ഈ വചനം ഞാൻ വായിക്കാം. കുഴപ്പമുണ്ടോ ജിബ്രദറെ? അല്ല, വചനം കേട്ടേച്ച് അങ്ങ് സീരിയസ് ആയി എല്ലാ PhD-കാരായി പോകും.
അത് വേണ്ട, അത് വേണ്ട. വചനം കേൾക്കുമ്പോൾ അകത്തൊരു സന്തോഷം വേണം. ഓൺലി ഗുഡ്. നമുക്കൊരു സ്റ്റാൻസ് പാടിച്ച് Hebrews 13 വായിക്കാം. വർഷിപ്പ് ചെയ്യുന്നവരുണ്ടോ? ബ്യൂട്ടിഫുൾ വർഷിപ്പ്, വണ്ടർഫുൾ വർഷിപ്പ്. റെഡി റെഡി. നല്ലതേ 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 വരികയുള്ളൂ, എനിക്കു നല്ലതേ 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 വരികയുള്ളൂ, നല്ലതേ 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 വരികയുള്ളൂ, എനിക്കു നല്ലതേ 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 വരികയുള്ളൂ. Amen. Only good, only good, only good will happen to me. Only good, only good, only good will happen to me. Amen. നല്ലതേ 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 വരികയുള്ളൂ, നിനക്ക് നല്ലതേ 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 വരികയുള്ളൂ. അവൻ നല്ലതേ 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 വരികയുള്ളൂ, നമുക്ക് നല്ലതേ 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 വരികയുള്ളൂ. Glory to Jesus. Thank you, dear Jesus. Wonderful. I bless you. പക്ഷെ എന്നെ അടുക്കണ്ട, നല്ലതേ വരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ആരും ഇരിക്കുന്നത്. അവരെ അടുത്ത ഫ്ലൈറ്റ് ജെബി ബ്രദറെ കോട്ടയത്തിന് കയറ്റി വിട്ടത്. ഫ്ലൈറ്റ് ഓപ്പൺ ആയ ഉടനെ നേരെ കോട്ടയത്തിന് കയറ്റി വിടുന്നു. ഇവിടെ ഞങ്ങളെ കൈകാര്യം ചെയ്യാം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. റിജോയ്സ്. വലിയ ദിവസം നടക്കും, വൻകാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കും. ഞാൻ വീണ്ടും പറയട്ടെ, അവസാനിപ്പിക്കുക. Activate all the blessings upon you. Activate all the promises upon you. Everything is going to happen in Jesus' name. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. ഉടനെ ഞാൻ never be desperate. ഞാൻ ഉടനെ തടിക്ക് കൈ കൊടുത്തിരിക്കത്തില്ല. പ്രാർത്ഥിച്ചിട്ട് ശരി ഇതന്നെ, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. എനിക്കൊരു കാര്യം ഉറപ്പോടെ അറിയാം, എന്റെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി. നന്മയ്ക്കായി. അതെവിടെ വാക്യം എന്നറിയോ? റോമൻസ്. വായിക്കണ്ട, റോമൻസ് 8. റോമൻസ് 8. ഞാൻ എന്റെ ബൈബിളിൽ അവിടെ ഒരു വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോവാം. എന്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയം വായിക്കാൻ പോവാം. ആയിരിക്കുന്നിടത്ത് ഒന്നുകൂടെ ഉറക്കെ വിളിച്ചോളൂ, എനിക്ക് നല്ലതേ വരത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാക്ക് വായിക്കാൻ പോവാം. റോമൻസ് 8:28. നമ്മുടെ ബൈബിളിൽ ഇരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നമ്മെ പ്രകാരം വിളിക്കപ്പെട്ടവർ. അങ്ങനെയല്ലേ ബ്രദറെ? ആ തുറന്നെങ്കിൽ ആ വാക്യം വായിച്ചു ബ്രദറെ. വായിച്ചു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവിടെ എന്റെ ബൈബിളിൽ ഒരു വാക്ക് നമ്മൾ വായിച്ചെടുത്തില്ലാത്തൊരു വാക്ക് എന്റെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ട്രാൻസ്ലേഷനിൽ പറ്റിയ മിസ്റ്റേക്കാണ്. ട്രാൻസ്ലേഷനിൽ വിട്ടുപോയ വാക്ക്. We are assured and know that. We are assured and know that. It's an assurance. It's a knowledge. We are assured and know that God being a partner in their labor. അതായില്ലാത്ത വാക്ക്. God being a partner in their labor. Amplified Bible. All things work together and are fitting in their plan for good for those who love God and are called according to His design and His purpose. ഞാൻ വായിച്ചത് God being a partner in their labor. ഇരിക്കുന്നിടത്തൊന്ന് ഉറക്കപ്പെട്ട എന്റെ എല്ലാ പ്രയത്നത്തിൽ എന്റെ യേശുവ പങ്കാളി. ജീസസ് ഈസ് മൈ പാർട്ണർ. തോമസ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേഴ്സ് 3 പേർക്ക് ഉപയോഗിക്കാം. വീട്ടിൽ എന്റെ ഭാര്യ ആവശ്യം പറയത്തില്ല, പേഴ്സ് എടുത്തുകൊണ്ട് പോകുന്നതാണ്.
കാരണം പേഴ്സ് 2 പേർക്കുള്ള. പിന്നെ മൂന്നാമതൊരാൾക്ക് എപ്പോഴും ഉപയോഗിക്കാം. ആർക്കാന്നറിയാലോ? യേശുവിന് ഉപയോഗിക്കാം. തോമസ് ഇടയ്ക്കൊക്കെ തമാശ ഞങ്ങളോട് പറയും, ഞാൻ യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ആവശ്യം വരുമ്പോൾ ഈ പേഴ്സിൽ എടുത്തോണം, പിന്നെ എനിക്ക് ആവശ്യം വരുമ്പോൾ ഈ പേഴ്സിൽ അങ്ങ് നിറച്ചോണം. എന്നെ പ്രിൻസിപ്പിളാ. അപ്പൊ നമ്മുടെ റിസോഴ്സസ് എല്ലാം കർത്താവിന് ഓപ്പൺ ആക്കണം. ഹി വിൽ ഫിൽ എവറിത്തിങ്. അവൻ തന്റെ നിറവിനാൽ എല്ലാം നിറയ്ക്കും. ഞാൻ ഉറപ്പോടെ പറയാം, ഈ ജൂൺ മാസത്തിൽ തന്നെ സൂപ്പർ നാച്ചുറൽ അസാധാരണമായ കർത്താവിന്റെ നിറവ് നിങ്ങൾ അനുഭവിക്കാൻ പോകും. അവന്റെ പേര് എല്ലാറ്റിനെയും നിറയ്ക്കുന്നവന്റെ നിറവ്. നിങ്ങൾക്ക് ഒന്നിനും മൂട്ടുണ്ടാകത്തില്ല. നിങ്ങൾക്ക് സകലതും ധാരാളമായി അനുഭവിക്കാൻ, സകല സൽപ്രവർത്തികൾ വാരിമതറി കൊടുക്കാൻ നിങ്ങളെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും. യു ആർ റിയലി ബ്ലെസ്ഡ് ഇൻ ക്രൈസ്റ്റ്. ഉറക്കെ പറഞ്ഞ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടയാളാണ്, ഞാൻ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടയാളാണ്. Hebrews chapter 13 verse 5 and 6. ബൈബിൾ എല്ലാവരും ഓപ്പൺ ചെയ്താൽ നല്ലത്. Hebrews chapter 13 verse 5 and 6. നിങ്ങളുടെ നടപ്പ് ദൈവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും. നോക്കിക്കേ, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? പൈസ ഉണ്ടാക്കരുതെന്നാണോ? സ്റ്റഡി ദ ടെക്സ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ്. മോളുള്ളത് വായിച്ചു നോക്കണം. നിങ്ങൾ ഫ്രീ ആവുമ്പോൾ പിന്നെ മോളത്തെ കാര്യം വായിക്കണം. Let your character be free from the love of money. From the love of money. സമ്പത്തിനോടുള്ള സ്നേഹം. ഏതാ സമ്പത്ത്? ക്രൈസ്റ്റ് ഈസ് ദ വെൽത്ത്. എന്റെ സമ്പത്ത് എന്റെ യേശു. അങ്ങനെ പറയുന്നവർ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തു. നിങ്ങൾക്കുള്ളതെല്ലാം വർദ്ധിച്ചു. വായിക്കാൻ പറയുന്നത്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. വായിക്കാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അവൻ അരുളി ചെയ്തു. സ്വർഗത്തിലെ ദൈവം, the Almighty God, He commanded it. I will never forsake you. I will never leave you. ഞാൻ ഒരു നാളും കൈവിടപ്പെടത്തില്ല. ഇരിക്കുന്നിടത്തോടെ പറഞ്ഞു, ഞാൻ എന്റെ യേശുവിന്റെ ഏറ്റവും വിലപ്പെട്ടയാണ്. ഞാൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണികളോട്. You are so valuable to Jesus. നിങ്ങൾ കർത്താവിന് ഏറ്റവും വിലപ്പെട്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകും. ഒരു നാളും ഞാൻ കൈവിടപ്പെടത്തില്ല. കർത്താവ് ഒരു നാളും എന്നെ ഉപേക്ഷിക്കത്തില്ല. ചിലരെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ ഇന്ന് പോകുന്ന പ്രതിസന്ധി ആർക്കും അറിയത്തില്ല. ഇല്ലെന്നേ. He knows everything. ഞാൻ പലപ്പോഴും എന്റെ വിശ്വാസ ജീവിതത്തിൽ പ്രാരംഭ സമയങ്ങളിൽ ഞാൻ ചിന്തിക്കായിരുന്നു, മറ്റുള്ളവർക്ക് ഇല്ലാത്ത അത്രയും പ്രതിസന്ധി എന്തുകൊണ്ടാണ്? പല കൂടെയുള്ളവർ ചിരിച്ചുകൊണ്ട് നടക്കുന്നു, അവർ ചുമ്മാ എൻജോയ് ചെയ്ത് നടക്കുന്നു. അവർക്ക് ആർക്കും ഇല്ലാത്ത ചലഞ്ചസ്, അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രതിസന്ധികൾ. ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വീട് മുഴുവൻ പ്രശ്നങ്ങൾ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയിലുള്ള കാര്യങ്ങൾ. ചിലയിടത്തൊക്കെ ഞാൻ ചെയ്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ചിലയിടത്തൊക്കെ ഞാൻ വളരെ നിസ്സഹായമായി. ഞാൻ ഇടയ്ക്ക് അവർക്ക് കേൾക്കുന്ന വചനം എന്റെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകത്തില്ലേ? കഥ അടച്ചേണ്ടിരുന്ന കരയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മുമ്പോട്ട് വന്നപ്പോൾ ഞാൻ പ്രവൃത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് ചിരി വന്നു. ദാവീദ് സങ്കീർത്തനത്തിൽ എഴുതിയ പോലെ വിരലുകളെ യുദ്ധത്തിനും കൈകളെ പോരിനും അഭ്യസിപ്പിക്കുക. ഇന്നലെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടോ, നിങ്ങളായിരിക്കുന്ന ഇന്നത്തെ ചലഞ്ച്, നിങ്ങളെ നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി വിട്ടുകൊടുക്കരുത്. നിങ്ങളെ കൊണ്ട്
ഇതുവരെ ലോക ചരിത്രത്തിൽ നടക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ കയ്യാൽ എന്റെ കർത്താവ് ചെയ്യാൻ പോകും. യു ആർ ഗോയിങ് ടു ബി ലിഫ്റ്റഡ് അപ്പ്. ഇതുവരെ ചിന്തിക്കാൻ മേലാത്ത നിലയിൽ കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോവാ. ശുശ്രൂഷയിലും ഭൗതികമായും കർത്താവ് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ പോവാ. ആ രാജ്യത്ത് യു വിൽ ബി എ പ്രൂഫ് ഓഫ് ഹിസ് ബ്ലെസ്സിംഗ്. അനുഗ്രഹത്തിന്റെ അടയാളമായി നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് ഉയർത്തി നിർത്താൻ പോവാ. വിട്ടുകൊടുക്കരുത്. ഓ, ചിന്തിക്കാൻ മേലാത്ത കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവാ. God being a partner in your labor, everything happens for good and only good will happen in your life. Thank you dear Jesus. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുടഞ്ഞു കളയാൻ റെഡി ആയിക്കോളും. വേണ്ടാത്ത എല്ലാ ചിന്തകളും, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഇരുന്ന എല്ലാ ചിന്തകളും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ പിടിച്ചടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. പിശാച് എന്റെ തലയ്ക്കകത്ത് വേണ്ടാത്ത ചിന്തകൾ പിശാച് പറയും, യു ആർ എ ഫെയിലർ. നോ, ഐ എം മോർ ദാൻ എ കോൺകറർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. I call for a victorious life in Christ Jesus. ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. യേശു വാമൊഴിയായി പറഞ്ഞ വാക്ക്. അടുത്ത വാക്കൂടെ പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്കൂടെ വായിക്കുന്നു. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ നല്ല എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ധൈര്യത്തോടെ പറയാം. എന്നാ പറയേണ്ടത്? ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. കൊറോണ എന്നോട് എന്ത് ചെയ്യും? അവിടെ കൊറോണ ഇല്ലെന്ന് തോന്നും, അവിടെ എല്ലാം ഫ്രീ ആയെന്ന് തോന്നും. ഇവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ എല്ലാ ദിവസവും ഈ വചനമാണ് സഭയിൽ എല്ലാവരും കൊണ്ട് പറയിപ്പിക്കുന്നു. ഇപ്പൊ ഇവിടുത്തെ TPR നേരെ താഴെ. ഞങ്ങളുടെ ഇവിടുത്തെ ലോക്ക്ഡൌൺസ് എല്ലാം മാറി. ഇനിയിപ്പോ അടുത്ത സമയങ്ങൾ നടക്കാൻ പോകും. ഇരിക്കുന്നിടത്തുനിന്ന് ഓരൊക്കെ കൈ ഉയർത്തി ഓരൊക്കെ വിളിച്ചു പറയാം, ഞാൻ പേടിക്കത്തില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ. നിങ്ങളുടെ പേരോടെ കൂട്ടി പറ, ആകയാൽ കർത്താവ് എനിക്ക് തുണ. എബി പേടിക്കത്തില്ല. സാഹചര്യം എന്നോട് ഒന്നും ചെയ്യത്തില്ല. ആകയാൽ എല്ലാവരും കൈ ഉയർത്തി പിടിച്ച് ഉറക്കം പിടിച്ചു പറ, ആകയാൽ കർത്താവ് എനിക്ക് തുണ. നിങ്ങളുടെ പേര് കൂട്ടി പറ, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. ഓ, സാഹചര്യം എന്നോട് ഒന്നും ചെയ്യത്തില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ. അത് വാ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ mighty miracles are happening every place. ഓ, എല്ലാ വീടുകൾക്കകത്ത് ഇന്ന് അത്ഭുതം നടക്കും. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഈ ആഴ്ച അസാധാരണമായ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ കരം ഉയർത്തിപ്പിടിച്ച് ആ വാക്കുകൊണ്ട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ the power of God is seating upon everyone. I command supernatural breakthroughs in your life in Jesus name. ഇരുന്നേക്കുന്ന പോലെ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, മുഴുവൻ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിയിൽ അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതിയ ജോലിക്കുള്ള വാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ നിലയിലുള്ള ഉയർച്ച വരട്ടെ. ബിസിനസ്സുകൾ കർത്താവ് ചിന്തിക്കാൻ മേലാത്ത നിലയിൽ വർദ്ധിച്ചു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലർക്ക് അടുത്ത ചില രാജ്യങ്ങളിൽ നിന്നുള്ള ഓർഡറുകൾ വരുന്ന കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. അടുത്ത രാജ്യങ്ങളിൽ നിന്നുള്ള വർക്കുകൾ നിങ്ങൾക്ക് വരുന്നു. അടുത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകൾ നിങ്ങൾക്ക് വരുന്നു. ഓരോരുത്തർക്ക് വീണ്ടും പരിശുദ്ധമായ ഡേറ്റ് കാണിക്കുന്നു. 26 എന്ന് പറയുന്ന ഡേറ്റിനെ ചൊല്ലി ഭാരപ്പെടുന്ന ആരും ഇതിന്റെ അകത്തിരിപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ I proclaim, I declare supernatural miracle on that day in Jesus. ശാരീരികമായ പ്രയാസത്തോടെ ആരോ കേട്ടുകൊണ്ടിരിക്കുക. ആ ഡിസ്ക് പ്രൊലാപ്സായി വലിയ പ്രയാസത്തോടെ ആരുണ്ട്, ഇപ്പോൾ തന്നെ കൈവച്ചു. സൗഖ്യമാക്കാൻ കർത്താവിന്റെ കരം നിങ്ങൾ ഇരിക്കുന്നിടത്ത് നീട്ടിയിരിക്കുക. നടുവിന് പ്രയാസമായിട്ട് ആരുണ്ട് ജോയിന്റ്സ് പെയിനാൽ ഭാരപ്പെടുന്ന ആൾക്കാരുണ്ട്. കൈ ഉയർത്തി പിടിക്കാം. നിങ്ങൾ ഒരു കൈ ആ രോഗമുള്ള ഭാഗത്ത് പെട്ടെന്ന് വെക്കണം. ആ ചെസ്റ്റ് പെയിന് ഭാരപ്പെടുന്ന വ്യക്തി, ആ ചെസ്റ്റ് പെയിൻ ഉള്ള ആളെ കൈവച്ച്. അതുപോലെ തന്നെ നെറ്റ് പ്രോബ്ലമായിട്ട് നിൽക്കുന്ന ആളുണ്ട്. കിടന്ന ആൾ ഉറങ്ങാൻ പോലും പറ്റാത്ത വിധം നെറ്റ് പെയിൻ ആയിട്ട് ആളുണ്ട്. പെട്ടെന്ന് കൈവച്ചാണ്. മൈഗ്രെയിനാൽ ഭാരപ്പെടുന്നു, തലയുടെ മേൽ കൈവച്ചാണ്. അലർജി എക്സ്പീരിയൻസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കാൻ പോകും. നിനക്ക് ശാരീരികമായ ഒരു പ്രയാസമുണ്ട്, ഇപ്പോൾ തന്നെ രോഗമുള്ള ഭാഗത്ത് കൈവെക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. നമ്മൾ ചേർന്ന് ഇന്ന് പ്രാർത്ഥിക്കാൻ പോകും. ഇപ്പോൾ തന്നെ റൈറ്റ് നൗ ഹീലിംഗ്സ് ആർ ഗോയിങ് ടു ഹാപ്പൻ. ഭയങ്കര സിവിയർ ഐ പെയിൻ ഉള്ള ആരും എന്റെ അകത്ത് ഹോളി സ്പിരിറ്റ് പറയുന്നു, ആ സ്പെക്സ് വെച്ചാൽ പോലും ഭയങ്കര പെയിനാ. നിങ്ങൾക്ക് ആ സ്പെക്സ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ തന്നെ കണ്ണിന്റെ മേൽ കൈവെക്കാം. കണ്ണിന്റെ മേൽ ഇപ്പോൾ തന്നെ കൈവെക്കാം. സിവിയർ ഹെഡേക്ക് ആയിട്ട് ജോലി ചെയ്യുന്നിടത്ത് വലിയ പ്രയാസമായിട്ടിരിക്കുന്ന ആരും, ഇന്നത്തെ പകലും ജോലി സ്ഥലത്ത് ഹൃദയത്തിൽ വലിയ ഭാരത്തോടെ പോകുന്ന ആരും എന്നെ കേട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ കൈവെക്കാം. നിങ്ങളുടെ ആരെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി കൈ ഉയർത്തി പിടിക്കാം. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അടുത്ത കുഞ്ഞുങ്ങൾ
അലർജി ആയിട്ട് ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങളെ കൈവച്ച് we are going to rebuke every allergy experience. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയെങ്കിലും രോഗികളായിട്ടുണ്ട്, അവർക്ക് വേണ്ടി നിങ്ങൾ കൈ ഉയർത്തി പിടിക്കും. ഇരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വെച്ചാൽ നല്ലതോ? നിങ്ങളുടെ വീട്ടിലായിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വെക്കാം. Let's pray. Father, I pray in Jesus' name. പിതാവേ, ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുന്ന മുഴുവൻ പേരും ഇന്ന് അവർ കൈവെക്കുമ്പോൾ let it be your hand, my Lord. എന്റെ യേശുവേ, അങ്ങനെ ആണിപ്പാടുള്ള കൈയായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കൈയുടെ കീഴെ കർത്താവിന്റെ അത്ഭുത ശക്തി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ let your healing power flow through the hands in Jesus' name. I command right now, I command total healing upon our, total restoration in Jesus. ഞാൻ വചനം വഹിക്കുന്ന യേശുവിന്റെ കാൽവരിയിലെ അടിപ്പിണരുകളാണ് ഇപ്പോൾ ശരീരങ്ങളെ ഞാൻ സൗഖ്യം അനുവദിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ every acute migraine command you to come out and leave in Jesus. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് എല്ലാ ചെസ്റ്റ് പെയിൻ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഡിസ്കൈന്റെ പൊസിഷൻ വരട്ടെ, സ്കോട്ടിയൽ ബോൺസിന്റെ പൊസിഷൻ വരട്ടെ, വെർട്ടിബ്രൽ പൊസിഷൻ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള വ്യക്തി, ഇംബാലൻസ് ആയിട്ടുള്ള ആൾ, യേശുവിന്റെ നാമത്തിൽ be healed right now in Jesus. Every allergic spirit, I command total healing and restoration right now in Jesus. ഇപ്പോൾ തന്നെ സൗഖ്യം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കരം ഓരോരുത്തരുടെ മേൽ വെച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഈ സർവീസ് കഴിയുന്നതിന് മുമ്പ് ഹീലിംഗ് ടെസ്റ്റിമണീസ് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ let every single person be healed right now in Jesus' name. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ശരീരങ്ങളിൽ ഇപ്പോൾ തന്നെ സൗഖ്യം ഇറങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നു യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ കർത്താവേ, എല്ലാ ഓർഗന്റെ മേലെ അത്ഭുതകരമായ സൗഖ്യവും നോർമൽ ഫങ്ഷനിങ്ങും I declare it in Jesus' name. കർത്താവ് വല്ലത് ചെയ്യുന്നതിനായി സ്തോത്രം. മാത്രമല്ല കർത്താവ്, ജോലിയിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ആ ജോലിക്ക് ഇതുവരെ കയറാൻ പറ്റാത്തത് യേശുവിന്റെ നാമത്തിൽ I stood upon the authority. ദൈവം ദാനമായി തന്ന അധികാരത്തിൽ അഭിഷേകത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ and today I declare supernatural miracle upon you. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന പുതിയ ജോലിക്ക് കയറാൻ റെഡിയായിരിക്കും. Get ready for your wonderful testimony. യേശുവിന്റെ നാമത്തിൽ supernatural promotions, supernatural increments. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ ചിന്തിക്കാത്ത നിലയിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് ഉയർച്ച ഉണ്ടാകട്ടെ. ചില കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ you will be the number one in Jesus' name. എല്ലാ കർത്താവെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബ ജീവിതം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ. സാമ്പത്തികമായി നിങ്ങൾ ലോക രാജ്യങ്ങൾക്ക് വാരി വെതറി കൊടുക്കുന്നവരായി തീരട്ടെ. സകല സൽപ്രവൃത്തിയിലും പെരുകി വരുവാൻ ദൈവം നിങ്ങളെ ശക്തരാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് കർത്താവെ കൈ ഉയർത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ സൂമി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ നാമത്തിൽ ആ കൈകളിൽ സമ്പത്ത് കൊണ്ട് കുമിഞ്ഞുകൂടപ്പെട്ട് സകലതും ധാരാളമായി അനുഭവിക്കാൻ പറ്റുന്ന നില സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ കുമിഞ്ഞുകൂടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹൃദയത്തിലെ ആഗ്രഹം മുഴുവൻ നിവർത്തിക്കപ്പെടട്ടെ. രാജ്യങ്ങൾക്ക് ഒരു ബ്ലെസ്സിംഗ് ആവട്ടെ. ലോക രാജ്യങ്ങൾ കീഴ്മേൽ മറിക്കുന്ന അപ്പോസ്റ്റലിക് ഗ്രൂപ്പായി കർത്താവ് കാനഡ ഇവരെ ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. TNT കർത്താവ് യൂസ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. കുഞ്ഞുങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ലെറ്റ് എവരിവൺ ബി ബ്ലെസ്ഡ് ഇൻ ജീസസ് നെയിം. ഞങ്ങൾ ആ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മുടെ കൈകളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ലെറ്റ്സ് പ്രേ ടുഗദർ ഫോർ അവർ ബിലവഡ് തങ്കു ബ്രദർ. ഫാദർ വി പ്രേ ഇൻ വൺ അക്കോർഡ് ഇൻ ജീസസ് നെയിം. ഞങ്ങളുടെ പ്രിയ തങ്കു ബ്രദറിനായി പ്രാർത്ഥിക്കും. തങ്കു ബ്രദറിനെ ഞങ്ങൾ കുടുംബമായി അനുഗ്രഹിക്കും. ആ കുടുംബത്തെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കും. റോണക്കിനും സെറയ്ക്കും കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കും. റോഷനയ്ക്കും സെറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഹിത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരെ ഞങ്ങൾ കുടുംബമായി അനുഗ്രഹിക്കുന്നു. ഞങ്ങളിപ്പോൾ തന്നെ തോമസ് ബ്രദറും നിന്നാസിസിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബെന്നി ബ്രദറിനും സുജസിനുമായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഹെവൻലി ഫീസിന്റെ ഗോണസിനായി പ്രാർത്ഥിക്കുന്നു. ഡയസിസുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹെവൻലി ഫീസിന്റെ കർത്താവായ മീഡിയയ്ക്ക് റീച്ച് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഹെവൻലി ഫീസ് കാനഡയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
ജെബി ബ്രദറിനെ കർത്താവ് അവരെ കർത്താവ് അയച്ചതാവും. യേശുവിന്റെ നാമത്തിൽ നിന്റെ മകനെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടസഹോദരന്മാർ, എല്ലാ ശുശ്രൂഷകന്മാർ, എല്ലാ കർത്താവ് സൗരി സഹോദരന്മാർ, അവിടെ നിൽക്കുന്ന മുഴുവൻ TLDs, let everyone be blessed in Jesus. നിങ്ങൾ ആ രാജ്യത്ത് ചരിത്രം സൃഷ്ടി. You are going to be history makers for Jesus. You are going to create new history for Jesus. അനുഗ്രഹിക്കുക, കരുണയെ പൊതിയണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. All blessings upon you. ആയിരിക്കുന്നിടത്ത് ഒന്നുകൂടെ അവരൊക്കെ വിളിച്ചു പറയും, എനിക്ക് നല്ലതേ വരത്തുള്ളൂ. മുമ്പേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, നല്ലതേ വരത്തുള്ളൂ എന്ന പാട്ട് പാടിയപ്പോൾ ജീവിതത്തിലെ കുറച്ചുപേര് ഇങ്ങനെ അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. ഒന്ന് എനിക്ക് ചിരിച്ചോണ്ട് ക്യാമറ ഓഫ് ചെയ്തവരെ എനിക്ക് കാണാം. അങ്ങനെ പ്രത്യേക ഒരു അഭിഷേകം ഉണ്ട്. ഇരിക്കുന്ന ഇരിപ്പൊക്കെ കാണാം. ചിലപ്പോ ഇങ്ങനെ ആ കട്ടിലോട്ട് കയറി ഇങ്ങനെ തീർന്നേന്ന് പറഞ്ഞ് കിടന്നുണ്ട്. പറ്റത്തില്ല, എഴുന്നേക്കണം. നിങ്ങൾ ഇരിക്കുന്ന ചെറിയ ഇങ്ങനെ തലയൊക്കെ ഒന്ന് കുലിക്കണം, ചിരിക്കണം. നമുക്ക് ഒരു സ്റ്റാൻഡ് പാടാം. റെഡി പറഞ്ഞേ, തുടങ്ങാം. സ്റ്റാർട്ട്. നല്ലതേ 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 വരികയുള്ളൂ, എനിക്കു നല്ലതേ 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 വരികയുള്ളൂ. നല്ലതേ 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 വരികയുള്ളൂ. നല്ലതേ 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 വരികയുള്ളൂ. ആമേൻ. Only good, only good, only good will happen to me. Only good, only good, only good will happen to me. നല്ലതേ 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 വരികയുള്ളൂ, എനിക്കു നല്ലതേ 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 വരികയുള്ളൂ. നല്ലതേ 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 വരികയുള്ളൂ. നമുക്ക് നല്ലതേ 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 വരികയുള്ളൂ. ഹല്ലേലൂയ. ജെബി ബ്രദറെ, ഇപ്പൊ എല്ലാരെയും കണ്ടിട്ട് ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ തോന്നും. മീറ്റിംഗ് തുടങ്ങിയപ്പോഴത്തേക്കാൾ ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ തോന്നും. Bless you. We bless you all in Jesus name. Over to ഹല്ലേലൂയ. ഒരു മിനിറ്റ് എബി ബ്രദറെ, ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷം ഞങ്ങളുടെ മധ്യത്തിൽ വീണ്ടും ഒരു വളരെ നാളുകൾക്ക് ശേഷം എബി ബ്രദർ ഒന്ന് കാണാൻ പറ്റി. നാളുകൾക്ക് ശേഷമാണ്. കാനഡ സഭയുടെ എല്ലാ വിധത്തിലുള്ള സ്നേഹാന്വേഷണങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കരങ്ങളും സ്ക്രീനിലേക്ക് ഒന്ന് നീട്ടിക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നിന്റെ മകനെ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചു ശുശ്രൂഷിക്കാനായി. കർത്താവെ, ഇന്ന് ലോകരാജ്യങ്ങളുടെ എല്ലാ അതിർത്തികളെ കർത്താവ് മായിച്ചു കളഞ്ഞിരിക്കുമ്പോൾ സുവിശേഷത്തിന് അതിർത്തിയില്ലാതെ കർത്താവ് എല്ലാ വരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് നിന്റെ അഭിഷേകം ഇന്ന് ലോകത്തെ മൂടി നിൽക്കുമ്പോൾ കർത്താവ് 800 കോടി ജനങ്ങളുടെയും അനുഗ്രഹത്തിനായി ഹെവൻലി ഫീസ്റ്റിനെ ഇന്ന് കർത്താവ് അപ്പോയിന്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ഓരോരുത്തരെയും കർത്താവിന് വിലപ്പെട്ടവരായി എണ്ണി അനേകം ആൾക്കാരെ കൊയ്തെടുക്കുന്ന കൊയ്ത്തരിവാളുകളായി ഞങ്ങളെ ഇന്ന് ലോകരാജ്യങ്ങളിൽ അയച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകനെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കുടുംബമായി എബി ബ്രദറിനെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവെ, നിന്റെ മക്കൾ ചെയ്യുന്ന ആ കുടുംബം മുഴുവൻ നിനക്ക് വേണ്ടി നിൽക്കുന്ന ആ വേലയിൽ കർത്താവ് ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത അത്ഭുതകരമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ നിന്റെ മകനെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അനേക സ്ഥലങ്ങളിൽ ചർച്ചുകളെ പ്ലാൻ ചെയ്യുവാൻ, അനേക ലോകരാജ്യങ്ങൾക്ക് വേണ്ട അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, അവരെ പരിശീലിപ്പിക്കുവാൻ, അവരെ ക്രിസ്തുവെന്ന തലയോളം വളർത്തുവാൻ ഒക്കെയുള്ള അഭിഷേകത്താൽ കർത്താവ് നിറച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ശുശ്രൂഷയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ മകൻ കർത്താവ് ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ദൈവിക മർമ്മങ്ങളെ എഫക്റ്റീവായി ഹൃദയങ്ങൾക്കകത്തേക്ക് തറച്ചു കയറുന്നത് പോലെ, ഒരു വാക്ക് സംസാരിക്കുമ്പോൾ തന്നെ ഹൃദയങ്ങളിൽ ആ വചനം എഴുതപ്പെടുന്നത് പോലെ, ജീവിതങ്ങളിൽ പൂർണ്ണ രൂപാന്തരം വരുന്നത് പോലെ കർത്താവ് നിന്റെ മകനിലെ ശുശ്രൂഷ ഉപയോഗിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഇനിയും തിളങ്ങുന്ന മുത്തായി കർത്താവ് ഇനിയും മാറ്റി അനേക ലോകരാജ്യങ്ങളുടെ മുമ്പിൽ മാനിക്കത്തക്കവണ്ണം രാജ്യങ്ങളെ ശുശ്രൂഷപ്പെടുത്തുന്ന ശുശ്രൂഷയിലേക്ക് അനേകരെ എഴുന്നേൽപ്പിക്കുന്ന നിന്റെ മകനിലൂടെ കർത്താവ് എഴുന്നേൽപ്പിക്കപ്പെട്ട അനേകർ ലോകരാജ്യങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ശുശ്രൂഷ
ശുശ്രൂഷ കർത്താവെ ഒരു ഇടയനെ പോലെ കർത്താവെ അനേകരെ പഠിപ്പിച്ചെടുത്ത് അനേകരെ ട്രെയിൻ ചെയ്യിക്കുന്ന പോലെ കർത്താവെ നീ നിന്റെ മകനെ ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുക കർത്താവെ. ശുശ്രൂഷയുടെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കുമ്പോൾ ജീവിതത്തിന്റെ സകല മേഖലകളിൽ ക്രിസ്തുവിന്റെ കൃപയാൽ നിറഞ്ഞിരിക്കാൻ സ്തോത്രം. കർത്താവിന്റെ ഫേവറിൽ നടക്കുന്ന ദിവസങ്ങൾ കർത്താവിന്റെ ഫേവറിൽ ഓരോ നിമിഷവും സ്റ്റെപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാവരും കാണത്തക്കോണം ഞങ്ങളുടെ മുമ്പിൽ നിന്റെ മകനെ കുടുംബത്തെ അടയാളമായി മാനിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ സമയത്ത് ഞങ്ങൾ ചേർന്ന് തങ്കു ബ്രദറിനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. തോമസ് കുട്ടി ബ്രദറിനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ഉണർവിൽ ഞങ്ങളെ ഓരോരുത്തരെ പ്ലേസ് ചെയ്തതിനായിട്ട് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ബ്രദറെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര സന്തോഷമുണ്ട്. ആർത്ത് വിളിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ലോകരാജ്യങ്ങളുടെ എല്ലാ അതിരുകളെയും കർത്താവ് ഭേദിച്ച് കളഞ്ഞിരിക്കുക. എല്ലാം ഭേദിച്ചിട്ട് ഇന്ന് മുഴുവൻ ലെവലാക്കി കർത്താവ് പറയുക, എൻ്റെ പരിശുദ്ധാത്മാവിന് ഒഴുകാനുള്ള സ്പേസ് ഞാൻ ഉണ്ടാക്കുക. ഈ വചനം അനേകരിലേക്ക് ചെല്ലുവാനുള്ള സ്പേസ് ഞാൻ ഉണ്ടാക്കുക. എല്ലാ കൺസ്ട്രെയിൻസിനെയും കർത്താവ് ഇന്ന് മാറ്റിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സന്തോഷത്തോടെ കർത്താവിനെ ഒരിക്കൽ കൂടെ മഹത്വപ്പെടുത്താവോ? ഇന്ന് കേട്ട ദൂത് വചനം ഒന്ന് ഏറ്റെടുത്തേ. കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇത് വന്നതിനായിട്ട് സ്തോത്രം. പ്രായോഗികമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത് വന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എബി ബ്രദറിന്റെ ശുശ്രൂഷയിൽ അത്രയും സമയം കയറിയിരിക്കുമ്പോൾ തന്നെ പണ്ടത്തെ സമയത്തേക്ക് തിരിച്ചു പോയതുപോലെ വിശ്വാസത്തിന്റെ പ്രവൃത്തി കാണാൻ, ഒന്നുമില്ലായ്മ എന്നൊരു ചർച്ച ഉണ്ടായി വരുന്നത് കാണാൻ ഒക്കെ കർത്താവ് ഭാഗ്യം തന്ന എന്തിനാണ് ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലാവും. ഒന്നുമില്ലാത്തതിൽ നിന്നും ഒരു രാജ്യത്തിന്റെ ഉണർവ് തുടങ്ങുന്നത് കാണാൻ. അത് ട്രെയിനിങ് ഗ്രൗണ്ട് ആണ്. അന്ന് എബി ബ്രദർ പലപ്പോഴും എന്നോട് പറയായിരുന്നു, ഇതൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ആണ്. ഈ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിന്നും ഇനി അനേക സ്ഥലത്തേക്ക്. ഹല്ലേലൂയ. മെസ്സേജ് വന്നു കഴിഞ്ഞു. ഹെഡേക്ക് ഹീൽ ചെയ്തതിന്റെ ഒരു സാക്ഷ്യം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യം ലഭിച്ചതിനായിട്ട് ഹല്ലേലൂയ. ആ വചനത്തിനകത്ത് ക്രിയ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യാവോ? ടെസ്റ്റിമണിയിലേക്ക് പെട്ടെന്ന് കയറുകയാണ്. എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തലവേദന വരാത്തതാ. അപ്പം ഞാൻ ഇന്ന് പോകുന്നില്ലെന്ന് വിചാരിച്ച, പക്ഷെ എനിക്ക് ഒത്തിരി ലീവ് ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വാക്സിൻ എടുത്തതിന്റെയും കോവിഡ് ടെസ്റ്റ് ചെയ്തതിന്റെയും അങ്ങനെ കുറച്ച് ലീവ് അധികം എടുത്തായിരുന്നു. അപ്പം പെർഫോമൻസ് താഴെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ലീവ് എടുത്താൽ എനിക്ക് വർക്ക് ഫ്രം ഹോം കിട്ടത്തില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ പോയി. രാവിലെ തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് കോൾസ് എടുക്കാനായിട്ട് ഞാൻ എങ്ങനെയാ അത് മാനേജ് ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഓരോ മണിക്കൂർ കഴിയും തോറും എനിക്ക് തലവേദന കൂടിക്കൊണ്ടിരുന്നു. 7 മണി വരെ ഉണ്ടായിരുന്നു ഡ്യൂട്ടി. പക്ഷെങ്കില് എങ്ങനെയാന്ന് അറിയത്തില്ല, ഞാനൊരു 5 o'clock വരെ ഞാൻ പിടിച്ചിരുന്നു. പക്ഷെ എന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ തല അനക്കാൻ പറ്റാത്ത പോലെ തലവേദനയായിരുന്നു. 5 മണി 5:30 ആയപ്പോ അച്ചാച്ചൻ വന്ന് പിക്ക് ചെയ്ത് ഞാൻ നേരത്തെ ജോലിയിൽ നിന്ന് ഇറങ്ങി. ഇവിടെ വന്നിട്ടും എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. എബി ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ ഈ ബെഡിൽ കിടക്കുമായിരുന്നു. ബെഡിൽ കിടന്ന എങ്ങനെയാന്ന് വെച്ചാല് ഈ ഷോള് ഇങ്ങനെ കെട്ടി ഇത് ബാക്കിലോട്ട് വലിച്ചു കെട്ടി കിടക്കുമായിരുന്നു. എന്നിട്ട് തലവേദന പോയില്ല. മെസ്സേജ് കേൾക്കുന്നുണ്ട്, നല്ല ഏറ്റെടുക്കുന്നുണ്ട്, എനിക്ക് തല അനക്കത്തില്ല, എന്നിട്ടും പോയില്ല. പിന്നെ ഞാന് തേപ്പോട്ടി എടുത്തിട്ട് ടവലേല് ചൂട് എടുത്തിട്ട് തല വെക്കും. ഒരു 20 30 ടൈംസ് എങ്കിലും ഞാൻ വെച്ചിട്ടുണ്ടായിരിക്കും. മാറുന്നില്ല. ഞാൻ പിന്നെയും കിടന്നു. അപ്പോഴാണ് തലവേദന സൗഖ്യമാവെന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ തല കൈവച്ചു പ്രാർത്ഥിച്ചു. വാസ് ലൈക്ക് എന്താ പറയുന്ന, എഴുന്നേറ്റ് കഴിഞ്ഞപ്പം തലയ്ക്കകത്ത് ഒരു എന്താ പറയുക ഐസ് പോലെ ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ വന്നിട്ട് എന്താ പറയാ അങ്ങനെ ഒരു ഇതായിരുന്നു. കർത്താവ് സൗഖ്യമാക്കി. എനിക്ക് ഒട്ടും എഴുന്നേറ്റിരിക്കാൻ പോലും മേലായിരുന്നു. ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മെസ്സേജ് എല്ലാം, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എഴുന്നേറ്റിരിക്കണം. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്ര തലവേദനയായിരുന്നു. പക്ഷെ കർത്താവ് സൗഖ്യമാക്കി. ഒരു മഹത്വം കർത്താവിന്. താങ്ക് യു ജീസസ്. അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുക. ഇതിനൊരു സ്റ്റോപ്പ് ഇല്ലാത്തതാ. കർത്താവിന്റെ സൗഖ്യം ഒരു പ്രാവശ്യം അത് നടന്നു കഴിഞ്ഞ സൗഖ്യത്തിന് അതിനത് ഒരു സ്റ്റോപ്പും ഇല്ല, അതിനൊരു ടൈം ലിമിറ്റും ഇല്ല. അതിനപ്പുറത്തേക്ക് ആ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി
ആരുടെയെങ്കിലും ഈ ആഴ്ച ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തു. എന്റെ ബർത്ത്ഡേ റിനി ബ്രദറിന്റെ ബർത്ത്ഡേ, വേറെ ആരുടെയെങ്കിലും? എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ജോർജി ബ്രദർ. ഓക്കെ, ജോർജി ബ്രദറിന്റെ ബർത്ത്ഡേ. ജോർജി ബ്രദറിന്റെ ബർത്ത്ഡേ ഇന്നല്ലേ? അതെ. ഓക്കെ. വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സേതു ബർത്ത്ഡേക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കും. പ്രിയ റിനി ബ്രദറിനെയും ജോർജ് ബ്രദറിനെയും അവിടുത്തെ കരങ്ങളിൽ ഈ വർഷം അവരുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഇയർ ഓഫ് എൻലാർജ്മെന്റ് എന്റെ കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനായി സ്തോത്ര. കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ പേരിൽ ഇനിയും വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം കർത്താവെ അവരെ ഉയർത്തി മാനിക്കാൻ പോകുന്നതിനായി സ്തോത്ര. അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ പോലും എന്റെ കർത്താവ് മാനിക്കുന്ന വർഷമായി തീരട്ടെ. ഇരുവരെയും അനുഗ്രഹിക്കുന്നു. കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് കൂടെ നിൽക്കുന്നതിനായി നന്ദി. അനുഗ്രഹിക്കുന്ന യേശുനാമത്തിൽ നന്ദി. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ജീസസ്. നമുക്ക് കർത്താവിൻ്റെ വേലയിലേക്ക് വിതയ്ക്കാം. ഇന്ന് കേട്ട എബി ബ്രദർ പറഞ്ഞ ആ ഒരു കാര്യം തോമസ് ബ്രദർ ഈ ഇടയ്ക്കും ഞങ്ങൾ ഇന്ന് സംസാരിച്ച ഒരു സമയത്ത് ഓർമ്മിപ്പിച്ചിരുന്നു. തോമസ് ബ്രദർ എപ്പോഴും ചെയ്യുന്ന കാര്യമാണെന്ന് പറയുന്നത്, കുറച്ച് നാളായിട്ട് ഇപ്പോൾ അങ്ങനെ മാറ്റി ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞത്. അതായത് പേഴ്സ് എടുത്തിട്ട് കർത്താവിനോട് പറയുക, കർത്താവെ ഈ പേഴ്സ് അവകാശപ്പെട്ട ആൾക്കാരെ ഞാൻ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത്, അതായത് നീനായിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇതിനെടുക്കാം, ഞാനും എടുത്ത് ഉപയോഗിക്കുന്നു. പിന്നെ ഇതിന് അനുവാദമുള്ള ഒരാള് യേശുവാണ്. അപ്പൊ കർത്താവിനും ഇതെടുത്ത് ഉപയോഗിക്കാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കർത്താവിന് ആവശ്യമുള്ളപ്പോഴൊക്കെ ഇതിനകത്തുനിന്ന് എത്ര വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ കർത്താവ് നിറച്ചുകൊണ്ടിരിക്കണം. വാസ്തവത്തിൽ ഈ ഒരു പാറ്റേൺ ചിന്തിച്ചു നോക്കിയേ, എത്ര സിമ്പിളല്ലേ. കർത്താവ് നിനക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എൻ്റെ പേഴ്സിൽ നിന്ന് എത്ര വേണമെങ്കിലും എടുത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷെ തീരുന്നതനുസരിച്ച് നീ നിറയ്ക്കേണ്ടത് നിന്റെ ധനത്തിനനുസരിച്ച് ഇതിനകത്ത് നിറച്ചുകൊണ്ടിരിക്കണം. തോമസ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന തുടങ്ങിയ പിന്നെ പേഴ്സിനകത്ത് ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടേ ഇല്ല. ഒരു കാര്യത്തിനും വന്നിട്ടേ ഇല്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവിനെ ആർത്ത് വിളിച്ചൊന്ന് മാറ്റപ്പെടുത്തിക്കും. ഇനി ആ തുകളെ കരങ്ങളിൽ എടുത്തിട്ടൊന്ന് പറഞ്ഞേ, കർത്താവെ നന്ദി പറയുന്നു. കർത്താവ് തന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഈ കേട്ടതുപോലെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ ഞങ്ങൾ അത് തന്നെ വിശ്വസിക്കുന്നു. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ഞങ്ങൾക്ക് ചെയ്തു തന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. സോ നമ്മൾ ഇന്ന് ഒരു അത്ഭുത സാക്ഷ്യം കേട്ടു. ഇപ്പോൾ തന്നെ ഒരു റൈറ്റ് നൗ ആ ഹീലിംഗ് നടന്നത് കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ. ഓരോ ഹീലിംഗ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരിക്കലും നമുക്കൊരു ഭാരം വരുന്നത് വരെ, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങുന്നത് വരെ നമുക്ക് എപ്പോഴും തോന്നും നമ്മൾ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത് ഇതിൻ്റെ ഗ്രാവിറ്റി ഇത്ര ഉണ്ട്, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഒരു ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ചിലപ്പോൾ ഒരു ഫോൺ കോളിന് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ടിന് ഒക്കെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിക്കളയാൻ പറ്റും. നമ്മൾ ഇന്നുവരെ കരുതിയ എല്ലാ കാര്യങ്ങളെയും മുഴുവനായി തിരിച്ചു മറിക്കുന്നത് പോലെ ഒരു ഫോൺ കോളിനോ റിപ്പോർട്ടിനോ ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവ മക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്തൊന്നും നമ്മൾ കയറി കുരുങ്ങി പോകത്തില്ല. നമുക്കറിയാം വചനത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതാണ് എൻ്റെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകും, അത് എൻ്റെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സാക്ഷ്യം തന്നെ ഇപ്പോൾ പറയുന്നത്. മാസങ്ങളായിട്ട് ഞാൻ സിവിയർ ബാക്ക് പെയിൻ, എനിക്ക് തന്നെ അറിയില്ല എന്താണ് സിവിയർ ബാക്ക് പെയിൻ. മറ്റേത് ഞാൻ ഓഫീസിൽ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ പകുതി സമയം ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ടേബിൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതായതുകൊണ്ട് പകുതി സമയം ഞാൻ എഴുന്നേറ്റ് നിന്ന് വർക്ക് ചെയ്യും, പകുതി സമയത്ത് ഇരുന്ന് ചെയ്യും. കാരണം പലരും എന്നോട് പറയാനുള്ള പോലെ ഇപ്പോൾ എത്രയോ വർഷങ്ങളായി ഇങ്ങനെ ഈ മെഷീൻ ഇങ്ങനെ ഓടാൻ തുടങ്ങിയിട്ടാണ്. അതായത് ഒരേ ടൈപ്പ് ഡെസ്ക് ജോബ് തന്നെ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, കമ്പ്യൂട്ടറിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ വർഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും വന്നൊരു 30 വർഷത്തോളം ആകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ജോലി. അപ്പോൾ ഇത്രയും നാൾ ഈ ശരീരം ഓടിക്കൊണ്ടിരിക്കുക, നമുക്കപ്പം സ്വാഭാവികമായിട്ടും
പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് ലോകം പറയും. അത് ശരീരത്തിൽ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം സഹിക്കാൻ പറ്റാത്തതുപോലെ ഇതിന്റെ സിവിയറിറ്റി വരിക. അപ്പം നമ്മൾ ഒരിക്കലും എന്താ പറയുന്നത്, മെഡിക്കൽ സയൻസിനെ തള്ളി പറഞ്ഞോണ്ടല്ല, വിശ്വാസം മെഡിക്കൽ സയൻസിനെ തള്ളി പറഞ്ഞോണ്ടുള്ള വിശ്വാസമല്ല, നമ്മളത് ചെയ്യണം. നമ്മൾ ഹെവൻലി ഫീസിൽ എപ്പോഴും പഠിപ്പിക്കുന്നത് പോലെ ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോകണം, ചെക്ക് ചെയ്യണം, പ്രൂഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവർക്ക് ആർക്കും ഒന്നും പിടി കിട്ടുന്നില്ല പ്രത്യേകിച്ച്. കാര്യം അവർക്കപ്പോൾ പല സംശയങ്ങളാണ്. അവർ പല ടെസ്റ്റുകൾ ചെയ്തു, പല സ്കാനിങ്ങുകൾ ചെയ്തു, പലത് ചെയ്തപ്പോൾ അവർക്ക് അത്ര ശുഭകരമായ വാർത്തയല്ല, അത്ര നല്ലൊരു ന്യൂസ് അല്ല എന്നുള്ള രീതിയിലേക്ക് അവരെത്തി. കാരണം അവർക്ക് സംശയങ്ങളായി, കാരണം പല പ്രശ്നങ്ങൾ കാണുന്നു, എന്താണ് ഇത് സീരിയസ് ആകുന്നത്, എന്താണ് ഇങ്ങനെയൊക്കെ. അപ്പം മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, വേദന സിവിയർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മാരകമായ രീതിയിൽ എന്തോ ഇതിനകത്ത് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ സസ്റ്റെയിൻ ചെയ്യില്ല. സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ കാണുന്നു. അപ്പോൾ അവർക്ക് അവസാനം ഇപ്പോൾ ഒരു ഫൈനൽ ഒരു ഇൻവേസീവ് ടെസ്റ്റ് തന്നെ നടത്തിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് എത്തി. അതൊന്നല്ല, പല രീതിയിലുള്ള ഇൻവേസീവ് ടെസ്റ്റസ് നടത്തണമെന്ന് പറഞ്ഞു. പലത് ചെയ്തു. അതിലൊക്കെ അവർക്ക് എന്താണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫൈനൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ റിയലി പെയിൻഫുൾ ടെസ്റ്റ്. ശരിക്കും നല്ല പെയിനുള്ള ടെസ്റ്റാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള ലാസ്റ്റ് റൂൾ ഔട്ട് ചെയ്യാൻ പോകും. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഒരു കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് ഇന്നും എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, കാനഡയിൽ അത്ഭുതകരമായ ഉണർവ് നടക്കാതെ എൻ്റെ ഒരു മുടിനാര് പോലും കൊഴിയത്തില്ല. ഉറപ്പാണ്. ഈ രാജ്യത്തിലെ അത്ഭുതകരമായ, ഈ രാജ്യം എന്നല്ല അമേരിക്ക മുഴുവൻ ഉണർന്ന് കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കാണാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ അനർത്ഥമായി ഭവിക്കത്തില്ലെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. അത് തന്നെയല്ല, ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തലമുറകളുടെ കുഞ്ഞുങ്ങളുടെ വരെ നന്മ ഞാൻ അനുഭവിച്ചിരിക്കും. അതല്ലാതെ ഒന്നിനും എന്നെ തടയാൻ പറ്റത്തില്ല. അത് മുഴുവൻ ഞാൻ ആയുസ്സിൻ്റെ പൂർണ്ണതയിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരുന്ന് അനുഭവിക്കും എന്നുള്ള 100% ഉറപ്പ് ഏത് സാഹചര്യത്തിലും എനിക്കുണ്ട്. ആ സാഹചര്യം കൊണ്ട് ആ ടെസ്റ്റ് കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു 100% യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഒരേ ഒരു കാര്യമേ ഉണ്ടാവുള്ളൂ, ഈ ഇരിപ്പിൻ്റെ കാര്യം. ഞാൻ ചെയറിലിരുന്ന് കഴിഞ്ഞാൽ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മിനിറ്റ് പോലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേക്കത്തില്ല. ഒരു ദുസ്വഭാവമാണ്, വർക്കഹോളിക് ആകുന്ന ദുസ്വഭാവം ഉള്ളത് കൊണ്ട് എഴുന്നേൽക്കാതെ ഇരുന്ന് ജോലി, ഒരു സ്ട്രെച്ചിങ് പോലും ഞാൻ ഇടയ്ക്ക് ചെയ്യാറില്ല. അത് ഒരു കാര്യം കർത്താവിനെ പഠിപ്പിച്ചു, എൻ്റെ തന്നെ കുഴപ്പം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പം അത് ഞാൻ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലതും ശരിയാവും. ഇപ്പോഴും ഈ ബാക്ക് പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ തന്നെ നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഒരു പെയിൻ ഉണ്ടാകും. കൈ പിടിച്ച് വളച്ചിട്ട് എനിക്ക് വേദന വരരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുത്തുകൊണ്ടായി പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എൻ്റെ മേൽ തന്നെയാണ്. അതെനിക്ക് മനസ്സിലായി. കാരണം ശരീരത്തിൽ വേറെ യാതൊന്നും ഇല്ല എന്നുള്ളത് ഡോക്ടേഴ്സ് ക്ലിയർ ആയിട്ട് ഇന്നലെ പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കർത്താവാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. കർത്താവ് നിൽക്കുമ്പോൾ അത്ഭുതം ചെയ്തി. അതിനുവേണ്ടിയാണ് നമ്മൾ. ഹല്ലേലൂയ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇടയ്ക്ക് ആരെങ്കിലും മിസ്സായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കേട്ടോണ്ടിരുന്ന ഇടയ്ക്ക് ഓവർ ഹിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും കർത്താവ് അത്ഭുതം ചെയ്തു, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ. ഇപ്പം ഈ പെയിൻ ഇനി എൻ്റെ എക്സസൈസ് കൊണ്ട് ഞാൻ തന്നെ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ റുട്ടീൻ മാറ്റിയിട്ട് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. താങ്ക് യു ജീസസ്. ഞാൻ ഈ ഉറപ്പ് പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഇരുന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെയും അതിനേക്കാൾ ഉപരി നിങ്ങളുടെ തലമുറകളുടെ അനുഗ്രഹം ഞാൻ അനുഭവിച്ചിരിക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഞാൻ ഒരാഴ്ച മുമ്പേ ജർമ്മനിയിൽ റിക്കി ശുശ്രൂഷിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ആഴ്ച അക്ഷയായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച ശുശ്രൂഷിച്ചിരുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, ഇന്ന് എബി ബ്രദർ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ്,
എന്നെ ശുശ്രൂഷയിൽ ഇത്ര ഉയർത്തിയത് വാസ്തവത്തിൽ അതിനൊക്കെ കർത്താവ് ഉപയോഗിച്ച എബി ബ്രദറിനെയാണ്. സുനിൽ ബ്രദർ ആദ്യം എഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ചർച്ച എങ്ങനെയാണ് കർത്താവിൽ നടത്തുന്നത് എന്നുള്ളതിൻ്റെ ക്ലിയർ കട്ട് ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത് എബി ബ്രദറിൻ്റെ കൂടെയുള്ള ശുശ്രൂഷയിലാണ്. എന്ന് പറഞ്ഞാൽ ഓടുക എന്ന് പറയുന്നത്, അതായത് ഏത് സമയത്തും എപ്പോഴും സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. എബി ബ്രദർ എപ്പോഴും പറയുന്നത് അസമയത്തും വിളിച്ചാലും ഒരുങ്ങിയിരിക്കണം, ഏത് സമയത്ത് നമ്മൾ റെഡി ആയിരിക്കണം എന്നുള്ളത്. അതൊക്കെ പഠിച്ചത് എങ്ങനെയാണ്. അപ്പം ഇന്ന് എനിക്കൊരു കാര്യം അറിയാം, ഈ കാനഡയിൽ നിന്ന് അനേക ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അത് കർത്താവ് എന്നെ അതിനുവേണ്ടി ഉപയോഗിക്കും, എനിക്ക് നിശ്ചയമായിട്ടും അറിയാം. വേറെ ഒന്നും ചെയ്യാനല്ല, അനേകരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കാൻ, ശുശ്രൂഷയിലേക്ക് എഴുന്നേൽപ്പിക്കാൻ. അക്ഷയ് കഴിഞ്ഞ ദിവസം ശുശ്രൂഷിച്ചു. ഇനിയും എനിക്കറിയാം ലോകരാജ്യങ്ങളിലേക്കുള്ള അനേകം വാതിലുകളെ കർത്താവ് മുമ്പിൽ തുറന്നിട്ടിരിക്കുക. കാര്യം ഐ നോ ദാറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. കാനഡയിൽ നിന്ന് ലോകരാജ്യങ്ങളെ പിടിച്ചു കുലുക്കുന്ന അപ്പോസ്തലന്മാർ എഴുന്നേൽക്കും, അപ്പോസ്തലകൾ എഴുന്നേൽക്കും. റെഡിയായിരിക്കും. ഇന്നത്തെ TNTയുടെ മീറ്റിംഗ് കഴിയുമ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നി. നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചും കാര്യങ്ങളല്ല. ഇന്ന് മുഴുവൻ ഫോട്ടോഗ്രാഫി ആയിരുന്നു മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. വേറെ ഏതെങ്കിലും സഭയിൽ അത് നടക്കുമോ? TNT മീറ്റിങ്ങിനകത്ത് ഫോട്ടോഗ്രാഫിയുടെ ബേസിക്സ് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, പണ്ടത്തെ കാലത്തൊന്നും ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ കിട്ടാത്ത പല സെഷൻസും ഇന്നുള്ള TNTക്കൊക്കെ ഫ്രീ ആയിട്ട് ഫിംഗർ ടിപ്പിൽ കിട്ടുക. നാളുകളെടുത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് വളരെ സിമ്പിളായി നിങ്ങളുടെ മുമ്പിൽ കർത്താവ് കൊണ്ടുതരിക. യൂസ് ഇറ്റ് ഫോർ ഹിസ് കിങ്ഡം. താങ്ക് യു ജീസസ്. നമ്മളൊക്കെ അനേകം നമ്മളൊക്കെ ഒത്തിരി വില കൊടുത്ത് ചെയ്ത കാര്യങ്ങൾ ഇന്ന് അവർക്കൊക്കെ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. നമ്മളൊക്കെ മിസ് ചെയ്തു ഒത്തിരി വർഷം. കർത്താവിൻ്റെ കൂടെയുള്ള അനേക സമയം നമ്മൾ മിസ് ചെയ്തു. പക്ഷേ കർത്താവ് ഇന്ന് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കർത്താവ് ഏറ്റവും ഈസി ആയിട്ട് അവനോടുള്ള ആക്സസ് കൊടുത്തിരിക്കുക. എല്ലാ മഹത്വവും കർത്താവിന്. താങ്ക് യു ജീസസ്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാനില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമായിരുന്നു. അത്ര പേര് പറയും. ഹല്ലേലൂയ. സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവെ നന്ദി പറയുന്നു. എന്ന് ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവ് എബി ബ്രദറിനെ അയച്ചതിനായി സ്തോത്രം. എൻ്റെ മകനെ കർത്താവ് ഉപയോഗിച്ചു. കേട്ട വചനം, കേട്ട വാഗ്ദത്തങ്ങൾ മുഴുവൻ അത് കർത്താവിൽ നിന്നുള്ള വണ്ണം ഏറ്റെടുക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. കർത്താവെ അത് 100 മടങ്ങായി ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്ത് അതിൻ്റെ ഫലം ഞങ്ങൾ കാണത്തക്കോണം ഞങ്ങളുടെ ജീവിതത്തിൽ പുറപ്പെടുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ യേശുവിന് തരുന്നു. കർത്താവെ സ്നേഹിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആകയാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളോടുകൂടെ എപ്പോഴും ഉള്ളതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ പിതാവിനെ ആർത്ത് വിളിച്ച് ചിരിക്കുന്ന മുഖത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. 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 കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.